ശ്രീനാരായണ ഗുരുദേവ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ പരമഹംസ ഭഗവാനിൽ സമാരംഭിച്ച് ശിവലിംഗ ദാസ സ്വാമിയിലൂടെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിയിലൂടെ അനസ്യൂതം തുടർന്ന് കൊണ്ട് ശിവഗിരി മഠത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതിയിൽ എത്തി നിൽക്കുന്ന ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ പരിപാവനമായ സന്യസ്ത ശിഷ്യ പരമ്പരയെ ഒന്നാകെ പ്രണമിക്കുന്നു. ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ തൃക്കരങ്ങൾ വിളയാടി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി സംസ്ഥാപനം ചെയ്യപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ തൃക്കരങ്ങളിലൂടെ ഏതാണ്ട് 44-45 ക്ഷേത്രങ്ങൾ ഉള്ളതിലും ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലൂടെ 90 ക്ഷേത്രങ്ങൾ ഏതാണ്ട് 3 സംസ്ഥാനങ്ങളായി അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതിലും ആ ക്ഷേത്രങ്ങളെയെല്ലാം തന്നെ നമുക്ക് അതിൻ്റെ ആധ്യാത്മികമായ മഹിമ കൊണ്ടും ചരിത്രത്തിൻ്റെ ഗരിമ കൊണ്ടും സാമ്പത്തിക ഭദ്രത കൊണ്ടും ഏത് കാറ്റഗറിയിൽ വെച്ച് അളന്നു നോക്കിയാലും ഭഗവാന്റെ പരിപാവനമായ ക്ഷേത്രങ്ങളുടെ എല്ലാം ആ ടോട്ടൽ ലിസ്റ്റിനെ ഒരു 10 ക്ഷേത്രങ്ങളായി ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ ആദ്യ 10-1 കടന്നു വരുന്ന തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ അനന്തപുരുടെ മണ്ണിൽ ഏതാണ്ട് 18 ക്ഷേത്രങ്ങളുള്ളതിൽ അതിൽ നെടുനായകത്വം വഹിക്കുന്ന കുളത്തൂർ കോലത്തുകര മഹാദേവ ക്ഷേത്രത്തിന്റെ സഹൃദയരായ ഭാരവാഹികളെ, അതിൻ്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, അതിൻ്റെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, വിശിഷ്യ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യമായ സാമുദ്രിപാദങ്ങൾ അവധൂതകാലത്തും അതിനുശേഷവും സാമുദ്രിപാദങ്ങൾ മുക്തപുരുഷനായ ശേഷവും എല്ലാം ഭഗവാന്റെ അമൃതവർഷം പെയ്തിറങ്ങിയിട്ടുള്ള കുളത്തൂർ എന്ന ദിവ്യ പരിപാവനമായ മണ്ണിൽ പിറക്കുവാനും ഈ പരിസരങ്ങളിൽ താമസിക്കുവാനും സാഹചര്യം സിദ്ധിച്ചിട്ടുള്ള ഈ പ്രിയപ്പെട്ട കുളത്തൂർ നിവാസികളെ, മറ്റ് വിശ്വാസികളെ, നിങ്ങൾക്കെൻ്റെ പ്രാർത്ഥനാ നിർഭരമായ പ്രണാമം. ശ്രീനാരായണ പരമഹംസ ഭഗവാന്റെ പരിപാവനമായ കുളത്തൂർ കോലത്ത് കര 1893 മാർച്ച് മാസം 27-ാം തീയതി ഏതാണ്ട് 130 വർഷങ്ങൾ എത്തുന്ന ഭഗവാന്റെ ദിവ്യമായ ചൈതന്യം നിറഞ്ഞു കവിയുന്ന ഈ ക്ഷേത്രത്തിന്റെ 3 വളപ്പിൽ 3 ഭാഗത്തായി 3 ആൽമരങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഇന്നും നമുക്കതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. അതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒരു മനുഷ്യന്റെ 3 അവസ്ഥ എന്ന് പറയുന്നത് പോലെ തളിരിലകളും പരിപക്വമായ ഇലകളും കരിഞ്ഞ ഇലകളുമുള്ള 3 ആൽമരങ്ങൾ കുടികൊള്ളുന്ന ജടാധര സ്വാമിയുടെ വലിയ സങ്കല്പശക്തി കുടികൊള്ളുന്ന ഭഗവാന്റെ ലോകത്തിലെ ആദ്യത്തെ ഗുരുക്ഷേത്രത്തിന്റെ ഛായാചിത്രമായ ഗുരുക്ഷേത്രത്തിന്റെ ദിവ്യമായ ചരിത്രത്തിന് വേദിയായ കോലത്തുകര എന്ന് പറയുമ്പോൾ അത് വലിയ പ്രാധാന്യം നിറഞ്ഞത് തന്നെയാണ്. വലിയ പ്രാധാന്യം നിറഞ്ഞത് സത്യത്തിൽ മഹാഗുരുവും ഈ മണ്ണുമായുള്ള ബന്ധം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിക്കുന്നതാണ്. നമ്മുടെ വിഷയം തന്നെ മഹാഗുരുവും കുമാരനാശാനും കോലത്തുകരയും എന്നതാണ്. ഏതാണ്ടൊരു 3-4 മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോയാലും എങ്ങും നമുക്ക് കൊണ്ടെത്തിച്ചേരാൻ സാധിക്കാൻ വയ്യാതെ വരുന്ന, എവിടെ അവസാനിക്കണം എവിടെ നിർത്തണമെന്ന് നമുക്ക് തന്നെ ചിന്ത വരുന്ന ഒരു വലിയ വിഷയമാണ് കോലത്തുകര മഹാഗുരു, ഒപ്പം മഹാകവി കുമാരനാശാനുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലേക്ക് പതുക്കെ പറയാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തന്നെ ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ ഉപാസനാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അന്നും ഇന്നും എന്നുമുള്ള വലിയൊരു ചർച്ചയാണ്. ഇപ്പൊ നമ്മുടെ ഈ സ്പീച്ച് തന്നെ യൂട്യൂബിൽ ഇപ്പൊ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുപദം TV, അതിലുപരിയായിട്ട് ഞാൻ കൂടി ഉൾപ്പെടുന്ന ഈ കോലത്തുകരയിലും പരിസരത്തുമുള്ള കുറച്ച് ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു വാട്സപ്പ് പഠന ഗ്രൂപ്പുണ്ട്, അറിവാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകൾ, ഇവരെല്ലാവരും അതിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് ഞാനും വന്നിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അറിവാണ് ഈശ്വരൻ എന്ന് പറയുന്ന മഹാഗുരുവിന്റെ ഈശ്വരീയതയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ഈ ഗുരുപദം TV-യിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിജു പുളിക്കലയുടെ മാഷിന്റെ ഒരു സ്പീച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SNDP യോഗം തിരുവല്ല യൂണിയന്റെ മനക്കെച്ചിറ കൺവെൻഷനിലോ മറ്റോ ആണ്. സാമുദ്രിപാദങ്ങൾ തൃശ്ശൂരിനടുത്ത് വാടാനപ്പള്ളിയിൽ ഒരു കടൽ ശാന്തമാക്കിയ ചരിത്രം, അത് ഐതിഹ്യമോ കെട്ടുകഥയോ ഫാബ്രിക്കേറ്റർ സ്റ്റോറിയോ ഒന്നുമല്ല, വളരെ കൃത്യമായ ഒരു ചരിത്രം. ബിജുമാഷ
പ്രഭാഷണത്തിൽ അദ്ദേഹം അത് റെഫർ ചെയ്ത് പറയുമ്പോൾ അതിന്റെ താഴെ നിരന്തരമായി കമന്റുകളാണ്. ഏതാണ്ട് 7 ലക്ഷത്തോളം പേര് അത് കണ്ടു കഴിഞ്ഞിട്ടും 3000-ഓളം കമന്റുകൾ വന്നിട്ടും പല കമന്റുകളിലും ഒരു ചോദ്യം എങ്ങനെയാണ്: ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെ ഈശ്വരനാക്കുകയാണോ? സാമതൃപാദങ്ങളെ ഈ രീതിയിൽ വീണ്ടും വീണ്ടും ഈശ്വര ഈശ്വര എന്ന് വിളിക്കുകയാണോ? ശ്രീനാരായണ ഗുരുവിനെ ദൈവമെന്ന് വിളിക്കുകയാണോ? 3 ദിവസങ്ങൾക്ക് മുമ്പത്തെ കമന്റാ ഞാൻ പറഞ്ഞത് കേട്ടോ. കുറെ നാളുകൾക്ക് മുമ്പത്തെ അല്ല, 4-5 വർഷങ്ങൾ മുമ്പത്തെ അല്ല. നിങ്ങൾക്കത് ഇപ്പോ ഗുരുപദൻ ടിവിയുടെ ഫേസ്ബുക്കിന്റെ പേജിൽ കയറി നോക്കാം. 3 ദിവസമായിട്ടില്ല. അതിന്റെ താഴെ കണ്ടിന്യൂസ് ആയി കമന്റുകൾ: ശ്രീനാരായണ ഗുരു ഇത്തരത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്നൊക്കെ പടച്ച് സ്റ്റോറി വിട്ടുകൊണ്ട് മഹാഗുരുവിനെ ഈശ്വരനായി ആരാധിക്കാമോ? എന്ത് അസംബന്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചോദ്യം വരുമ്പോ, പ്രിയപ്പെട്ട കോലത്തുകര നിവാസികളെ, നിങ്ങൾ ഈ മണ്ണിൽ പിറന്നവർ, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ, നിങ്ങളുടെ അപ്പൂപ്പന്മാർ നോക്കൂ, ഈ മണ്ണിലുണ്ടായിരുന്ന മുൻ തലമുറ ഇന്നത്തെ തലമുറയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു വരപ്രസാദമാണ് ഇപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുമ്പോ അതിന് നമ്മൾക്ക് ആധികാരികമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടിയാണ് ഇപ്പോ ഈ മണ്ണിലുള്ള സാമിതൃപാദങ്ങളുടെ ആ എണ്ണച്ചായ ചിത്രം. നോക്കൂ, സാമതൃപാദങ്ങളെ നോക്കി നോക്കി വരച്ചുകൊണ്ട് ആർട്ടിസ്റ്റ് NK നായർ എന്നറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് കുഞ്ഞുകൃഷ്ണകുറുപ്പ്, തിരുവനന്തപുരത്ത് പ്രശസ്തനായിരുന്ന ഡാൻസർ ചന്ദ്രശേഖരൻ നായരുടെ പിതാവ് വരച്ച് മഹാകവി കുമാരനാശാൻ 1916 സെപ്റ്റംബറിൽ ഈ കോലത്തയുടെ മണ്ണിൽ പ്രതിഷ്ഠിച്ച ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം എന്ന് പറയുമ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അത് തന്നെയാണ്. സാമതൃപാദങ്ങളുടെ ഉപാസനയെ സംബന്ധിച്ച്, മഹാഗുരുവിന്റെ ആരാധനയെ സംബന്ധിച്ച്, സാമതൃപാദങ്ങളുടെ ക്ഷേത്രവിധാനത്തെ സംബന്ധിച്ച്, സാമതൃപാദങ്ങളുടെ മുൻപിൽ വിളക്കുകൾ കൊളുത്തി പൂജിക്കുന്നതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളോ തർക്കവിതർക്കങ്ങളോ സംശയങ്ങളോ ഉണ്ടാകുമ്പോ നാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രാമുഖ്യമായ എക്സാമ്പിളും അത് തന്നെയാണ്. കോലത്തുകരയിലേക്ക് നിങ്ങൾ ചെല്ലൂ, ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം. ഇപ്പൊ വളരെ സന്തോഷമാണ്, മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി കോലത്തുകരയുടെ ഉത്സവ നോട്ടീസിൽ പോലും പ്രിന്റ് ചെയ്യുന്നത്, കോലത്തുകര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന എല്ലാ നോട്ടീസുകളിലും അതുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന എല്ലാ അറിയിപ്പുകളിലും ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം എന്നൊരു പരാമർശം കൂടി വരുമ്പോ ഏറെ സന്തോഷകരമാണ്, ഏറെ അഭിമാനകരമാണ്. ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ വൈശിഷ്ടമാർന്ന ക്ഷേത്രവിധാനം കുളത്തൂർ കോലത്തുകര. അതിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിശദമായി അറിയാവുന്നതായതുകൊണ്ട് നാം അത് പരാമർശിച്ചു പോകേണ്ടതില്ല. ആർട്ടിസ്റ്റ് NK നായർ വരച്ച ഭഗവാന്റെ ചിത്രം, സാമതൃപാദങ്ങളുടെ ജീവചരിത്രമാകെ നാം ഒന്ന് അപഗ്രഥിച്ചു നോക്കുമ്പോ അതിനു മുൻപോ അതിനു ശേഷമോ ഒരു ചിത്രകാരന് ചിത്രം വരയ്ക്കുവാൻ സാമിതൃപാദങ്ങൾ ഒരു മോഡൽ പോലെ എന്ന വാക്ക് നാം പറഞ്ഞാൽ അത് നമ്മൾ തെറ്റായി എടുക്കേണ്ടതില്ല. സാമിതൃപാദങ്ങൾ ഒരു ചിത്രം വരയ്ക്കുവാൻ ഇരുന്നു കൊടുത്ത ആ ഒരു ചിത്രം കോലത്തുകരയുടെ ഒരു വലിയ വൈശിഷ്ടമാർന്ന ചരിത്രത്തിന്റെ എന്താണ് തങ്കലിപി എന്നോ അല്ലെങ്കിൽ വൈഡൂര്യമെന്നോ നമുക്ക് ആലങ്കാരികമായി ഏത് വാക്ക് വേണമെങ്കിലും അതിനെ കുറിച്ച് പറയാം. അവിടെയാണ് മഹാകവി കുമാരനാശാനും സാമതൃപാദങ്ങളും കോലത്തുകരയും എന്നുള്ള ബന്ധം തന്നെ കടന്നു വരുന്നത്. കുമാരനാശാനും കോലത്തുകരയും സാമതൃപാദങ്ങളുമായുള്ള കണക്ഷൻ നമ്മൾ പൊതുവിൽ എല്ലാ പ്രഭാഷകരും ഇപ്പോ ഇതിനു മുൻപ് ഏതാണ്ട് 4-5 ദിവസമായി ഇവിടെ പ്രഭാഷണ പരമ്പര ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രഭാഷകരിൽ 1-2 പേരെങ്കിലും പരാമർശിച്ച് പോയിരിക്കുവാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് കോലത്തുകരയിലെ സമസ്യാപൂർണവും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അധികം അത് റിപ്പീറ്റ് ചെയ്തു പോകാത്തത്. കുമാരനാശാനും ഗുരുവുമായുള്ള ആ ഒരു ബന്ധത്തിന് നമ്മൾ എപ്പോഴും ഒരു അപഗ്രഥനം പറയുമ്പോൾ ഇപ്പോ ഈ 2024 എന്ന് പറയുന്നത് കുമാരനാശാന്റെ ചരമത്തിന്റെ 100ാമത് വാർഷികമാണ്. കുമാരനാശാന്റെ ഇളയ മകൻ പ്രഭാകരന്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ പേര് പല്ലനയുടെ വിലാപങ്ങൾ എന്നാണ്. പല്ലനയുടെ വിലാപങ്ങൾ. ആ പല്ലനയുടെ വിലാപങ്ങൾക്ക് ഇപ്പൊ 100 വയസ്സാവുകയാണ്. നോക്കൂ, ഈ പല്ലനയുടെ വിലാപങ്ങളിലേക്ക് ആഴ്ന്നു പോകുന്ന കുമാരനാശാൻ സാമിതൃപാദങ്ങളുടെ അന്തരംഗത്തിലേക്ക് കൃത്യമായി നടന്നു കയറുന്നത് കോലത്തുകരയിൽ വെച്ചിട്ടാണ്.
ഈ കോലത്തുകരയിലെ സമസ്യാപൂർണ്ണം നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു പോകുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് അടുത്തയാളത് ഫുൾഫിൽ ചെയ്യുന്നത് പോലെയോ പൂർത്തിയാക്കുന്നത് പോലെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കോലത്തുകരയിലെ സമസ്യാപൂരണം കുമാരനാശാനും ഗുരുവുമായുള്ള ബന്ധത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഗുരു കുമാരനാശാനോട് 2 വരികൾ ചൊല്ലിയിട്ട് സാമുദ്രിപാദങ്ങൾ കുമാരനാശാനോട് നോക്കിയത് മാത്രമേ ഉള്ളൂ. അങ്ങനെയും പഠനങ്ങളുണ്ട്. ചില ചരിത്രകാരന്മാർ പൂരിപ്പിക്കാൻ പറഞ്ഞതായി പറയുന്നു. അതൊക്കെ സംബന്ധിച്ച് ചരിത്രകാരന്മാരുടെ ഇടയിൽ വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്നാൽ ഈ 2 വരികൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ 2 വരികൾ സാമുദ്രിപാദങ്ങൾ കുമാരനാശാനെ നോക്കി, അല്ലെങ്കിൽ കുമാരനാശനോട് ആവശ്യപ്പെട്ടിട്ട് എന്ത് സംവിധാനത്തിലാണെങ്കിലും ആ 2 വരികൾ വളരെ പ്രത്യേകതയുള്ളതാണ്. നമുക്ക് ഇപ്പം നമ്മൾ തൊഴുമ്പോഴും നമ്മൾ അതുവഴി പ്രദർശനം വെക്കുമ്പോഴും നമ്മുടെ കണ്ണുകൾ എപ്പോഴും പതിക്കത്തക്ക രീതിയിൽ ഈ ക്ഷേത്രത്തിന്റെ ചുവരിൽ അതെങ്ങനെ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. കോലത്തുകര കുടികൊണ്ട് വാണരുളും ബാലപ്പിറ ചൂടിയ വാരിതേ. നമ്മൾ ഇത്രയും ഒന്ന് ചൊല്ലി നോക്കിയിട്ട് അടുത്ത 2 വരിയെ നോക്കുമ്പോഴാണ് ഇതെങ്ങനെയാണ് ഈ രീതിയിൽ സംഭവിച്ചത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ, ചുരുക്കി പറഞ്ഞാൽ അരുവിപ്പുറത്തിന്റെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഒരു കമ്മിറ്റിയോ ഒരു ഫോർമുലേറ്റർ സംവിധാനമോ കൃത്യമായുള്ള ഓർഗനൈസ്ഡ് സെറ്റപ്പോ ഉണ്ടായിരുന്നില്ല. സാമുദ്രിപാദങ്ങൾ കൃത്യമായി 72 മണിക്കൂർ മാത്രം മുമ്പാണ് നാം ഇവിടെ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നത്. 72 മണിക്കൂർ മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1888 മാർച്ച് മാസം 12-ാം തീയതി ഒരു ശനിയാഴ്ച ശിവരാത്രി അർദ്ധരാത്രി 1063 കുംഭ 29, അതാണ് അരുവിപ്പുറത്തിന്റെ പ്രതിഷ്ഠ. കൃത്യം 72 മണിക്കൂർ മുമ്പെന്ന് പറയുമ്പോൾ മാർച്ച് 9 മാത്രമാണ് നാം ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാൻ പോകുന്നുവെന്ന് സാമുദ്രിപാദങ്ങൾ പറയുന്നത്. ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല, ഒരു പ്രിപ്പറേഷനും ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ച് കുമാരനാശാൻ തന്നെ പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ശിവലിംഗദാസ സ്വാമിയോടൊക്കെ സംസാരിച്ചിട്ട് സാമുദ്രിപാദങ്ങൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നാം ഇവിടെ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോ പദ്ധതിയോ ഒന്നും അപ്പോൾ ഉണ്ടായിട്ടില്ല. സാമുദ്രിപാദങ്ങൾ പറഞ്ഞു കൊടുത്ത അളവിലും ആകൃതിയിലും തോപ്പിൽ നാണിയാശാൻ ആ ചെരുവിലുണ്ടായിരുന്ന പാറയെ കൊത്തി ഒരുക്കി പീഠമാക്കി മാറ്റുന്നു. അതിൽ സാമുദ്രിപാദങ്ങൾ ഇടത് കൈകൊണ്ട് ഒന്ന് കോറി കാണിച്ചു കൊടുത്ത അളവിലും ആകൃതിയിലും ഒരു പൊഴി ഉണ്ടാക്കുന്നു നാണിയാശാൻ. പിന്നീട് സാമുദ്രിപാദങ്ങൾ ശങ്കരൻ കുഴിയിൽ നിന്ന് മുങ്ങിയെടുത്തു കൊണ്ടുവന്ന ആ ശിവലിംഗം അവിടേക്ക് വെക്കുമ്പോ അളവെടുത്ത് മെഷർമെന്റ് എടുത്ത് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒരു ആർക്കിടെക്ട് പ്ലാൻ ചെയ്തതുപോലെ തോപ്പിൽ നാണിയാശാനെ കൊണ്ട് 3 ദിവസങ്ങൾക്ക് മുമ്പ് സാമുദ്രിപാദങ്ങൾ കൊത്തി ഉണ്ടാക്കിയിരുന്ന ആ പൊഴിയിലോട്ട് ഈ ശിവലിംഗം ഇറങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മെഷർമെന്റിന്റെ ആ ഒരു നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള മഹാഗുരുവിന്റെ കാൽക്കുലേഷൻ, സാമുദ്രിപാദങ്ങളുടെ ദീർഘദർശിത്വം, ത്രികാലജ്ഞാനം, എങ്ങനെ വേണമെങ്കിലും അതിനെ സയന്റിഫിക് ആയിട്ടോ ആധ്യാത്മികമായിട്ടോ നിങ്ങൾക്ക് പറയാം. ആ ഒരു രീതി ഈ സമസ്യാപൂർണത്തിൽ നിങ്ങൾക്ക് കാണാം. നോക്കൂ, സാമുദ്രിപാദങ്ങൾ ഈ വിഗ്രഹം എടുത്തുകൊണ്ട് വരുമ്പോ അന്ന് എങ്ങനെയാണോ തൃപ്പാദങ്ങൾ കോറിയിട്ടത് അതിലേക്ക് അത് കൃത്യമായി സ്യൂട്ടായതുപോലെ കോലത്തുകര കുടികൊണ്ട് വാണരുളും ബാലപ്പിറ ചൂടിയ വാരിതേ എന്ന് നിർത്തിയിട്ട് കുമാരനാശാൻ ആ മൊമെന്റിൽ കാലൻ കനിവറ്റ് കുറിച്ച് വിടുന്ന ഓലപ്പടിയെ എന്നെ അയക്കരുത് എന്ന് പറയുമ്പോ ആ വൃത്ത നിബദ്ധതയും നമ്മൾ നോക്കേണ്ടതില്ല. പക്ഷെ പദപ്രയോഗത്തിന്റെ സാമ്പ്രദായികമായ ശൈലി, ആ ഭാഷാ പ്രയോഗത്തിന്റെ ഒഴുക്ക്, കവിതയുടെ സ്വച്ഛന്തമായ ആ ഒരു ഫ്ലോ, ഇതിനൊന്നും ഒരു ബ്രേക്ക് ഉണ്ടാകുന്നില്ല. 2 വ്യക്തികൾ രണ്ട് സമയങ്ങളിൽ, അത് ചെറിയ സമയത്തിന്റെ വ്യത്യാസമുള്ളെങ്കിലും 2 ബ്രെയിനിൽ നിന്നും 2 ചിന്തയിൽ നിന്നും വരുന്ന വരികളാണെങ്കിലും അത് പരസ്പരം സ്യൂട്ടാകുന്നത് അരുവിപ്പുറത്ത് സാമുദ്രിപാദങ്ങൾ 72 മണിക്കൂറുകൾക്ക് മുമ്പ് കൃത്യമായി കൊത്തി ഒരുക്കി വെച്ച ആ പൊഴിയിലോട്ട് ശിവലിംഗം ഇറക്കി വെച്ചപ്പോ അതെങ്ങനെ ചെത്തിച്ചേർന്ന് മെഷർമെന്റ് പോലെ ഒന്നിച്ചൊന്നായിരുന്നു എന്ന് പറയുന്നത് പോലെ ഈ വരികളെ നമുക്ക് കാണാം. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും 2 പേർ ചേർന്ന് എഴുതുന്ന ഒരു ശ്ലോകത്തിന് അത് ചേർന്നിരിക്കുമ്പോൾ ഒരു ജെർക്കിംഗ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഹൈവേയിലൂടെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വലിയ AC വോളോ വണ്ടിയിൽ വരുമ്പോ ഒരു പുഷ് ബാക്ക് സീറ്റിൽ നമ്മൾ സെമി സ്ലീപ്പറായി ഉറങ്ങി വരുമ്പോ അത് പെട്ടെന്ന് ഹൈവേയിൽ ഒരു ഹമ്പിൽ കയറുമ്പോ ഒരു ബ്രേക്കപ്പ് നമുക്ക് വരുന്നത് പോലെ 2 വ്യക്തികളുടെ പദസമന്വയത്തിന് ഒരു ബ്രേക്ക് ഉണ്ടാവണം. അതുണ്ടാകാത്ത രീതിയിൽ കുമാരനാശാൻ ആ സമസ്യ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മറ്റൊരു രീതിയിൽ കാണാം. ഗുരുവിന്റെ തിരുവുള്ള മൂരി വന്ന വരികൾ തന്നെയാണത്. അത് കുമാരനാശാനിലൂടെ
സാമിതൃപാദങ്ങൾ പുറത്തേക്ക് ബഹിർഗമിച്ചിട്ടുള്ളതാകാം എന്ന് വേണമെങ്കിൽ ഒരു പഠനത്തിന്റെ കണ്ണിലൂടെ നമുക്കതിനെ എടുക്കുവാൻ സാധിക്കും. ഇതൊക്കെ കോലത്തുകളുടെ വലിയ പ്രത്യേകതകളാണ്. സാമിതൃപാദങ്ങളും കുമാരനാശാനും കോലത്തുകരയുമായുള്ള ബന്ധം കൃത്യമായി നമുക്ക് ഏതാണ്ട് ചരിത്രത്തിൽ ആധികാരിക സ്വഭാവം കാണിക്കുന്നത് ഈ സമസ്യാപൂർണത്തോടു കൂടി എന്ന് പറയാം. പിന്നീട് അങ്ങോട്ട് കുമാരനാശാൻ നിരന്തരമായി സാമിതൃപാദങ്ങളുമായുള്ള സഞ്ചാരത്തിൽ കോലത്തുകര കൃത്യമായി ഒരു ഇടത്താവളമോ ഒരു വിശ്രമ കേന്ദ്രമോ ഒക്കെയാണ്. കോലത്തുകരയുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രങ്ങളിലും ഇപ്പോൾ ശങ്കര മുൻഷി ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത് പോലെ, അല്ലെങ്കിൽ എഡിസൺ നാരായണൻ മുതലാളി കടന്നു വരുന്നത് പോലെ, ഭാർഗവൻ വൈദ്യര് കടന്നു വരുന്നത് പോലെ, അല്ലെങ്കിൽ കുളത്തൂർ ദിവാകരൻ സാറ് കടന്നു വരുന്നത് പോലെ കോലത്തുകരയുമായി ബന്ധപ്പെട്ട മഹാഗുരുവിന്റെ പല ചർച്ചകളിലും ലേഖനങ്ങളിലും ചിന്തകളിലും കുമാരനാശാനും കോലത്തുകരയും ഗുരുവും പരസ്പരം അന്യോന്യം പരസ്പര പൂരകമായി കടന്നു വരുന്നത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കോലത്തുകര ഈ മണ്ണിന്, ഈ കുലത്തിന്, ഈ ചരിത്രത്തിന്, ഈ നാടിന്, ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത ആദ്യത്തെ ഗുരുക്ഷേത്രം തന്നെയാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ ഇപ്പൊ പരാമർശിച്ചു പോയ ഇപ്പോഴും തർക്കവിതർക്കങ്ങൾ നടക്കുന്ന സാമിതൃപാദങ്ങൾ ഇത് അനുവദിച്ചിരുന്നോ, സാമിതൃപാദങ്ങൾ ഇത് സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് നമുക്ക് അധികം പറയേണ്ടതില്ല. നിങ്ങൾ കോലത്തുകരയിലേക്ക് വരൂ, നിങ്ങൾ കോലത്തുകരയിലേക്ക് വരൂ, നിങ്ങൾ ആ ചിത്രമൊന്ന് നോക്കൂ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. കാരണം 1916 എന്ന് പറയുമ്പോൾ സാമിതൃപാദങ്ങൾ മഹാസമാധിസ്ഥനാകുന്നതിന് 12 വർഷങ്ങൾക്ക് മുമ്പാണ് കുളത്തൂർക്കര, ഈ മണ്ണ്, ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം ഈ സബര്യക്ക്, ഈ ചരിത്രത്തിന് സംഭാവന ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് വലിയൊരു നന്ദിയോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ നടന്നിരുന്ന ഗുരുപൂജ സാമിതൃപാദങ്ങൾ നേർക്ക് നേരെ കണ്ടുവെന്ന് കൂടി പറയുമ്പോൾ അതിന്റെ ആധികാരികത എത്രമാത്രം വർദ്ധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം, എത്രമാത്രം വർദ്ധിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ഗുരുവിനെ സംബന്ധിച്ച്, ഗുരുവിന്റെ ആരാധനയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ നോക്കൂ, യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ കാര്യത്തിൽ ഒക്കെ ഈ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീബുദ്ധനെ ആരാധിക്കാമോ ആരാധിക്കാതിരിക്കാമോ, ശ്രീബുദ്ധൻ പ്രവാചകനാണോ, ശ്രീബുദ്ധൻ തത്വചിന്തകനാണോ, അതല്ല ആരാധനാമൂർത്തിയാണോ എന്ന ഒരു തർക്കം ഡെവലപ്പ് ചെയ്ത് ഏതാണ്ട് 3-ാം ബുദ്ധമത സമ്മേളനം നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധമതം 2ആയി പിരിയുന്ന പോലുമുണ്ട്. ഹീനയാനം മഹായാനം എന്നൊക്കെ രീതിയിൽ പിരിയുന്ന പോലുമുണ്ട്. ആ രീതിയിൽ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ യേശു ക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാർ ഓരോരുത്തരും, അതിപ്പോൾ സെന്റ് തോമസ് ആയാലും സെന്റ് ജോർജ് ആയാലും, നമുക്ക് ഓരോ ശിഷ്യന്മാരും അവരവരുടേതായ രീതിയിൽ പല സമ്പ്രദായങ്ങളിലൂടെ ഈ ക്രിസ്തുമതം തന്നെ പല രീതിയിൽ പല സഭകളായി പിരിഞ്ഞു പോകുന്നു. അതിന് തന്നെ പിന്നീട് ആംഗ്ലിക്കൻസും പ്രോട്ടസ്റ്റൻസും ഒക്കെ ഉണ്ടാകുന്നു. അതിൽ ചില ആളുകൾ യേശു ക്രിസ്തുവിനെ ഉപാസന സമ്പ്രദായത്തിൽ കാണുന്നതേയില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും ഒരിട കൊടുക്കാത്ത രീതിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആരാധനാമൂർത്തി എന്ന ചിന്തയ്ക്ക് തന്നെ ഏറ്റവും വലിയ അടിത്തറ കോലത്തുകരയിലെ ഈ ഗുരുക്ഷേത്രം. കാരണം ഈ ഗുരുക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപിതമായിരിക്കുന്ന വിഗ്രഹം എന്ന വാക്ക് തന്നെ പറയാൻ കേട്ടോ, വിശേഷാൽ ഗ്രഹതേ ഇതി, വിശേഷത്തോട് കൂടി ഗ്രഹിക്കുന്നത് എന്തും വിഗ്രഹമാണ്. അതിപ്പോ ചിത്രമാണെങ്കിലും അത് നമുക്ക് വിഗ്രഹം എന്ന് വിളിക്കാം. സാമിതൃപാദങ്ങൾ 2 സ്ഥലത്ത് ഓം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മളതിനെ കണ്ണാടി എന്നൊക്കെ വിളിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 1927 ജൂൺ മാസം 14-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ കളവങ്കോടത്ത് ശ്രീ ശക്തീശ്വര ക്ഷേത്രത്തിൽ ഓം ശാന്തി എന്നാണ് സാമിതൃപാദങ്ങളുടെ പ്രതിഷ്ഠ. അതൊരു ചെറിയ കർഷം വന്ന് ഓം ശാന്തി ആയിപ്പോയി. കൃത്യം 11 ദിവസം കഴിഞ്ഞ് ജൂൺ 25-ാം തീയതി വൈക്കത്തിനടുത്ത് ഉല്ലലയിൽ സാമിതൃപാദങ്ങൾ ഓംകാരേശ്വരൻ ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ അതും ഓം തന്നെയാണ്, അതും വിഗ്രഹമാണ്. ഈ കുളത്തൂരിൽ നിന്നും അധികം അകലെയല്ലാതെ 1921 മുരിക്കുമ്പുഴ കാളഖണ്ഡം സാമുദ്രപാദങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോ ഒരു ചെമ്പ് പലകത്തിൽ ഓം സത്യം ധർമ്മം ദയ ശാന്തി എന്ന് പറഞ്ഞാൽ 4 ചിന്തകളെ, 4 സംജ്ഞകളെ, 4 ഫിനോമിനുകളെ, 4 തത്വചിന്തകളെ ഓം സത്യം ധർമ്മം ദയ ശാന്തി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് സാമുദ്രപാദങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. അതും വിഗ്രഹം തന്നെയാണ്. നമ്മൾ തൃശ്ശൂരിലേക്ക് പോയാൽ കാരമുക്ക് ചിദംബരനാഥം 3 കവരകളുള്ള നിലവടക്കാണ് പ്രതിഷ്ഠ, അതും വിഗ്രഹം തന്നെയാണ്.
വിശേഷാൽ ഗ്രഹതേ, വിശേഷത്തോടു കൂടി ഗ്രഹിക്കുന്നത് എന്തും അതിങ്ങനെ നമ്മളൊരു രൂപമാകണമെന്നില്ല. ആ ഒരു ഫിലോസഫിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുളത്തൂരിലെ ഈ ചിത്രം ഭഗവാന്റെ വിഗ്രഹം തന്നെയാ. അതങ്ങനെ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ശാസ്ത്രത്തിന്റെ ഒരു പിൻബലത്തോടെ നമുക്ക് നോക്കിയാൽ നമ്മളതിനെ ചിത്രപ്രതിഷ്ഠ, ഗുരുവിന്റെ പടം വെച്ചിരിക്കുന്നു എന്നൊക്കെ അങ്ങ് കാണുന്നത് കൊണ്ടാ. സ്വാമിയുടെ വിഗ്രഹം തന്നെയാണത്. ഈ വിഗ്രഹം എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വം ഉപയോഗിക്കുന്നതിനെ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാനാണ് ഇത്രയും ഒന്ന് പറഞ്ഞത്. ആ വിഗ്രഹം ആരോ ഒരാൾ എവിടെ വെച്ചോ വരച്ചതല്ല. സ്വാമി തൃപ്പാദങ്ങൾ ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് നോക്കൂ, നമ്മൾ എങ്ങനെ അതിനെ അളന്ന് നോക്കിയാലും ഗുരുവിന്റെ ആധികാരികമായ ഏത് ജീവചരിത്രം നമ്മൾ അപഗ്രഥിച്ചാലും, ഇപ്പോ കോട്ടുകോയ്ക്കൽ വേലായുധൻ മാഷിന്റേത്, മയ്യനാട് കെ ദാമോദരന്റേത്, സ്വാമി ധർമാനന്ദജിയുടേത്, നടരാജ ഗുരുവിന്റെ ഗുരുവരള്, കുമാരനാശാന്റെ ലഘുജീവചരിത്രം, മൂർക്കോത്ത് കുമാരന്റെ ശ്രീനാരായണ ഗുരുസ്വാമി ജീവചരിത്രം അടക്കം മഹാഗുരുവിന്റെ സമകാലീനരായിരുന്നവർ, മഹാഗുരുവിന്റെ കൂടെ നടന്നിരുന്നവർ, മഹാഗുരുവിന്റെ സതീർത്ഥ്യന്മാർ, നേർക്ക് നേരെ കണ്ട കാര്യങ്ങൾ ദൃക്സാക്ഷി വിവരണം പോലെ എഴുതിയിട്ടുള്ള മഹാഗുരുവിന്റെ ജീവചരിത്രങ്ങളിൽ ഒന്നും തന്നെ കോലത്തുകരയിൽ നടന്നിട്ടുള്ളത് പോലെ ഇതിനു മുൻപോ ഇതിനു ശേഷമോ സ്വാമി തൃപ്പാദങ്ങൾ ഒരു ചിത്രകാരന് കൃത്യമായി ചിത്രം വരയ്ക്കുവാൻ ഇരുന്ന് കൊടുത്തൊരു ചരിത്രം വേറെ എങ്ങുമില്ല. അപ്പൊ അത് ഗുരുവിന്റെ ഒരു പ്രപ്പോസൽ തന്നെയാണ് എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഗുരുവിന്റെ ഒരു പ്രപ്പോസലാണ്, മഹാഗുരുവിന്റെ ഒരു പ്ലാനാണത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകുവാൻ പാടില്ല. ഇങ്ങനെ ക്ഷേത്രങ്ങൾ വേണമോ, ഇങ്ങനെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാമോ, അതിനാണ് സ്വാമി തൃപ്പാദങ്ങൾ ഇരുന്ന് കൊടുത്തത്. ഇനി മഹാഗുരുവിന്റെ ഈ ചിത്രത്തിന് ഒന്നുകൂടി ഒരു ഓതന്റിക്കേഷൻ, ആധികാരികത വരുവാനായി സ്വാമി തൃപ്പാദങ്ങളിൽ ചിത്രം കണ്ടിട്ട് ഇത് നാം തന്നെയാണല്ലോ എന്ന് പറയുമ്പോ ഇത് നാം തന്നെയാണ്, അത് ഗുരുവിന്റെ പെർമിഷനാണ്. നാം അതിനെ അങ്ങനെ കൂടി കാണേണ്ടതുണ്ട്. മഹാകവി കുമാരനാശാനാണ് സത്യത്തിൽ മഹാഗുരുവിനോട് ഈ ആർട്ടിസ്റ്റ് കുഞ്ഞികൃഷ്ണക്കുറുപ്പിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ നാട്ടുകാർ നിങ്ങൾക്കറിയാം, കുഞ്ഞികൃഷ്ണക്കുറുപ്പ് ചാവടി വീടെന്ന് പറയുന്ന ഒരു പ്രഗത്ഭ നായകർ തറവാട്ടിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻഭാഗത്തുള്ള കൈനിക്കായൽ എന്ന് പറയുന്ന ഒരു ജലാശയം കടന്നാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈ മണ്ണിലേക്ക് അരുവിപ്പുറത്ത് നിന്നും വരാറുണ്ടായിരുന്നത്. അങ്ങനെ സ്വാമി തൃപ്പാദങ്ങൾ ഈ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ സ്വാമി തൃപ്പാദങ്ങളെ കാണുമ്പോൾ ഒരു ആരാധനാ സമ്പ്രദായം മഹാഗുരുവിനെ നോക്കി കണ്ടതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണക്കുറുപ്പ് ഗുരുവിന്റെ ഒരു ചിത്രം ഒരു സ്കെച്ച് പോലെ വരച്ചുണ്ടാക്കുന്നത്. ഒരു ചിത്രകാരന് ആ ചിത്രം കൃത്യമായി മുഴുമിപ്പിക്കുവാൻ അതിന്റെ ഒബ്ജക്റ്റിന്റെ ഒരു മോഡൽ സപ്പോർട്ട് വേണ്ടത് കൊണ്ട് തന്നെയാണ് മഹാഗുരുവിനെ ഒന്ന് നോക്കി വരയ്ക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വളരെ തന്മയത്വത്തോടു കൂടി സ്വാമി തൃപ്പാദങ്ങൾ അനിഷ്ടം വല്ലതും പ്രകടിപ്പിക്കുമോ എന്ന് സന്ദേഹിച്ചുകൊണ്ട് മഹാകവി കുമാരനാശാൻ കുഞ്ഞികൃഷ്ണക്കുറുപ്പ് ഇങ്ങനെയൊന്ന് പറഞ്ഞല്ലോ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങളോട് പറയുമ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ നിർനിമേഷനായി അനങ്ങാതെ നിശബ്ദനായി ഈ മണ്ണിൽ ഇരുന്ന് കൊടുക്കുമ്പോ മഹാഗുരുവിനറിയാം ഇത് ലോകത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഗുരുക്ഷേത്രത്തിലോട്ട് വർഷങ്ങൾക്കിപ്പുറം നോക്കി ഏതാണ്ട് 100 വർഷങ്ങൾക്കിപ്പുറം നോട്ടീസിൽ പ്രിന്റ് ചെയ്യുമ്പോ അതിന്റെ ഹെഡ്ലൈനിൽ ലോകത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമെന്ന പ്രിന്റിംഗ് വരുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് ലോകത്തിലെ ഗുരുക്ഷേത്രമായി ഇത് വിലയിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് അന്നേ സ്വാമി തൃപ്പാദങ്ങൾ അത് കരുതിയത് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ അത് ഗുരുവിന്റെ ഒരു പ്രപ്പോസൽ തന്നെയെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയത്. അത് അങ്ങനെ തന്നെയാണ്. മഹാഗുരുവിന്റെ ആ ചിത്രം നോക്കൂ, ആ ചിത്രത്തിന് വീണ്ടും ഒരിക്കൽ കൂടി സ്വാമി തൃപ്പാദങ്ങൾ ഒരു ഓതന്റിക്കേഷൻ, ആധികാരികത നൽകുന്നത് നിങ്ങൾക്കത് അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. കുഞ്ഞികൃഷ്ണക്കുറുപ്പിന്റെ ബ്രഷിൽ നിന്നും ഒരു ഡോട്ട് വീണ് മഹാഗുരുവിന്റെ തുടയിൽ ഒരു പാട് വീഴുമ്പോ നമ്മുടെ തുടികൽ അവിടെ ഒരു മറുകൊണ്ട് കുഞ്ഞികൃഷ്ണ എന്ന് പറയുമ്പോ നോക്കൂ, ഗുരു തിരഞ്ഞെടുത്തതാണ്. ഈ കുഞ്ഞികൃഷ്ണക്കുറുപ്പ് സ്വാമി തൃപ്പാദങ്ങളുടെ ചോസൺ പേഴ്സൺ എന്ന് പറയാം. ഗുരു തിരഞ്ഞെടുത്ത് തന്നെ ആയിരിക്കും, സാധാരണക്കാരനല്ല. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് കായംകുളം രാജ്യം പിടിച്ചടക്കുവാൻ സൈനിക സഹായം നൽകിയ കൊല്ലത്തെ പടക്കുറുപ്പന്മാരുടെ പാരമ്പര്യത്തിൽ വരുന്ന ആളായിരുന്നു ഈ NK നായർ അഥവാ കുഞ്ഞികൃഷ്ണക്കുറുപ്പ്. ആ വ്യക്തിയെ ഗുരു ചൂസ് ചെയ്തതാണ്. ഭഗവാന്റെ ലോകത്തിലെ ആദ്യത്തെ ഈ കുളത്തൂരിന്റെ മണ്ണിലെ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ള വലിയൊരു ബാക്കപ്പ് ഉള്ള ആളാണ് ആർട്ടിസ്റ്റ് NK നായർ. അദ്ദേഹം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ചീഫ് അക്കൗണ്ടന്റ് എന്നോ ചീഫ് ഓഡിറ്റർ എന്നോ ഒക്കെ പറയാവുന്ന ഒരാൾ തന്നെ. നോക്കൂ, സ്വാമി തൃപ്പാദങ്ങളുടെ ആ ഒരു വലിയ
വലിയ സങ്കല്പം. അതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിന് ശേഷം ഈ മണ്ണിലുള്ള ഭക്തന്മാർക്ക് സാമുദ്രികപാദങ്ങൾ അന്ന് പറഞ്ഞു കൊടുത്ത കോലധീരേശസവം ഇന്ന് എൻ്റെ നാടായ കോട്ടയത്തും മറ്റു പല സ്ഥലങ്ങളിലും പഠന ക്ലാസ്സുകളിലെ ഒരു പ്രധാന പാഠ്യവിഷയമായ കോലധീരേശസവം നമ്മളൊക്കെ ചെല്ലുന്ന എല്ലാ വേദികളിലും നിങ്ങൾ കൃത്യമായി ഉപാസിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കോലധീരേശസ്തവം കാലാശ്രയം എന്നായി അണയുന്നോർക്ക് അനുകൂലൻ ബാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ എന്ന് പറഞ്ഞുകൊണ്ട് സാമുദ്രികപാദങ്ങൾ ആരംഭിക്കുമ്പോൾ ഗുരു അതിൽ ഒരു ശ്ലോകം മുന്നോട്ട് വെക്കുന്നുണ്ട്. സർവാശ്രയമെങ്ങും നിറയുന്നോർക്ക് അഭിഭക്തർക്ക് ഇവ്വാറൊരു രൂപം ഭജനത്തിന് ധരിപ്പോൻ. ഇവ്വാറൊരു രൂപം. നോക്കൂ, ഭജിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്കൊരു ഒബ്ജക്റ്റായി അത് വേണം. ഭജനത്തിന് രൂപം ധരിപ്പോൻ. അപ്പൊ സാമുദ്രികപാദങ്ങൾ അങ്ങനെ ഒരു രൂപം ധരിച്ച് വന്ന സാമുദ്രികപാദങ്ങളുടെ മുക്തപുരുഷന്റെ മനുഷ്യരൂപം എന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ സാമുദ്രികപാദങ്ങളെ പറയുമെങ്കിലും ആ ചിത്ര സമാനത്തിൽ സാമുദ്രികപാദങ്ങൾ പ്രതിഷ്ഠാപിതനാകുമ്പോ കുമാരനാശാനെ കൊണ്ട് സാമുദ്രികപാദങ്ങൾ അത് നിർവഹിപ്പിക്കുമ്പോ ആർട്ടിസ്റ്റ് NK നായരിലൂടെ സാമുദ്രികപാദങ്ങൾ ഇത് നാം തന്നെയാണല്ലോ എന്ന് സമ്മതിച്ചുകൊണ്ട് ആ ചിത്രത്തിൽ ഗുരു സ്വയം സന്നിവേശിതനാകുമ്പോ മഹാഗുരുവിന്റെ ആ ശ്ലോകമാണ് ഇവ്വാറൊരു രൂപം, ഇതുപോലെയൊരു രൂപം ഭജനത്തിന് ഈ ഭക്തന്മാർക്ക് ഭജിക്കുവാനായി ധരിക്കുന്നു. സാമുദ്രികപാദങ്ങൾ ആ രൂപം ധരിച്ച് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. ഞാൻ ആ ശ്ലോകം പറഞ്ഞതുകൊണ്ട് അതിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയത്തിൽ നിന്ന് മാറി ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ, ഈ 2024 കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ചൊല്ലിക്കേണ്ട ഒരു കൃതിയാണ് കേട്ടോ കോലധീരേശസവം. കാരണം ഇപ്പോ ഏതാണ്ട് ഒരു 15 വയസ്സ് കഴിയുന്ന കുട്ടികൾ കഞ്ചാവ് മാഫിയയുടെ, മയക്കുമരുന്ന് മാഫിയയുടെ, മറ്റു ചില റാക്കറ്റുകളുടെ പിന്നാലെ പോവുകയാണ്. ഇപ്പോ മാതാപിതാക്കൾ പറഞ്ഞു തുടങ്ങി ഏതാണ്ട് ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ ഇവന്മാരൊരു നല്ല പോസ്റ്റിലെത്തുന്നത് വരെ ഇവർ വഴിപിഴച്ചു പോകാതെ, ഇവർ അക്രമത്തിലേക്ക് പോകാതെ, ഇവർ മയക്കുമരുന്നിലേക്ക് പോകാതെ, ഇവർ MDMA പോകാതെ, ഇവർ നാക്കിലൊട്ടിക്കുന്ന സ്റ്റാമ്പിലേക്ക് പോകാതെ ഇവരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്? മകൻ പുറത്തു പോയാൽ അവനൊരു കഞ്ചാവിന്റെയോ മയക്കുമരുന്ന് മാഫിയയുടെയോ കയ്യിൽപ്പെടാതെ തിരിച്ചു വരുന്നത് വരെ ആദിയാണെന്ന് പറയുന്ന നിരവധി മാതാപിതാക്കൾ. ഇതിത്ര അപൂർവമല്ല കേട്ടോ, അതിന്റെ എണ്ണം കൂടി വരികയാണ്. നോക്കൂ, അങ്ങനെ ഒരു ഭയം, മക്കൾ ഇത്തരത്തിൽ റാക്കറ്റുകളിൽ പെട്ടുപോകുമെന്നൊരു ഭയമുള്ളവർ കോലധീരേശസ്തവത്തിൽ സാമുദ്രികപാദങ്ങൾ നമ്മോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, ഒരു വരിയുണ്ട്. 1893 ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം സാമുദ്രികപാദങ്ങൾ അത് ചൊല്ലിക്കൊടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ കോലധീരേശന്റെ ഭക്തമാനസന്മാർ ആലപിക്കുന്ന ആ ശ്ലോകത്തിൽ ഏതാണ്ട് 130 വർഷങ്ങൾക്കിപ്പുറത്തും നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രസക്തമായ ഒരു വരികൾ. ഈ ലോചനമാം ഇന്ദ്രിയമേതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ആ ലാക്കിൽ ഉടൻ സന്മതി തോന്നിക്കുകനിക്കൻ കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാൻ എന്ന് പറയുമ്പോ ഈ 2023, 24, 25 ഈ ഒരു കാലഘട്ടങ്ങളിൽ അടുത്തൊരു 3-4 വർഷത്തേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കോലധീരേശസവം മുഴുവൻ ചൊല്ലിക്കണം. ഇനി അതിനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ ഈ വരികളെങ്കിലും ചൊല്ലിക്കണം. ഈ ലോചനമാം ഇന്ദ്രിയമേതെങ്കിലും ഒന്ന്, ഏതെങ്കിലും ഒരു ഇന്ദ്രിയം, കണ്ണോ നാക്കോ കാതോ ചെവിയോ, ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ആലോചന കൂടാതെ വീണ്ടു വിചാരമില്ലാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ, തെറ്റായ വഴിയെ പോയാൽ ആ ലാക്കിൽ ഉടൻ സന്മതി തോന്നിക്കുക. അപ്പോ ആ അവസരത്തിൽ ഉടൻ അപ്പോൾ തന്നെ സന്മതി, നല്ല ബുദ്ധി തോന്നിക്കുകനിക്കൻ കോലത്ത് കരക്കോവിലിൽ വാഴും ഭഗവാനെ എന്ന് സാമുദ്രികപാദങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ പേരൻസ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്കൊരു 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ പ്രായമുള്ളപ്പോ ഈ കൃതി അങ്ങോട്ട് ചൊല്ലിക്കണേ, ഈ ശ്ലോകം അങ്ങോട്ട് ചൊല്ലിക്കണേ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും മഹാഗുരുവിന്റെ ചിത്രത്തിന് മുൻപിൽ തന്നെ ആയിക്കോട്ടെ, ഈ ലോചനമാം ഇന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങാലോചന കൂടാതെ
അബദ്ധത്തിങ്കലണഞ്ഞാൽ ആ ലാക്കിൽ എനിക്ക് സന്മതി തോന്നിക്കണേന്നങ്ങോട് എല്ലാ ദിവസവും ചൊല്ലിയാൽ ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിയുമ്പോൾ അവരുടെ ബ്രെയിൻ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടും, അവരുടെ ബ്രെയിൻ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. നാളെ അവർ സ്കൂളിൽ ഒരു ഒക്കേഷനിൽ, ഒരു ഫെസ്റ്റിവലിന്, സിനിമയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടുകാർ വാടാ നമുക്കൊരു ചെറിയ സിപ്പ് എടുത്ത് നോക്കാം വാ വിളിക്കുമ്പോൾ അവൻ ചെല്ലുകയില്ല. വാടാ നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഒന്ന് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആകർഷിക്കുമ്പോൾ അവൻ ചെല്ലുകയില്ല. ഒരു ഐസ്ക്രീം കൊണ്ടോ, ഒരു സ്മെല്ല് കൊണ്ടോ, ഒരു ടേസ്റ്റ് കൊണ്ടോ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം അവനെ ആകർഷിച്ച് തെറ്റായ വഴിയെ പോകുമ്പോ അവന് സൻബുദ്ധി തോന്നി, അവന് സന്മതി തോന്നി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കുടുംബത്തിന് ഞാൻ മാത്രമാണ് പ്രതീക്ഷ, എൻ്റെ ഫാമിലിയുടെ നട്ടെല്ലാണ് ഞാൻ വഴിവിളച്ചു പോയാൽ എൻ്റെ മാതാപിതാക്കൾ തകർന്നു പോകും എന്ന സൽബുദ്ധി, സന്മതി അവന് തോന്നും. അത് കോലതീരശ സഭത്തിന്റെ വലിയൊരു കൗൺസിലിംഗ് സ്വഭാവമാണ്, വലിയൊരു കൗൺസിലിംഗ് സ്വഭാവം. നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കൂ, ഗുരുവിന്റെ ദീർഘമായ കാലാനുവർത്തിയായ ഒരു കൗൺസിലിംഗ് സ്വഭാവം കോലധീരശ സൗത്തിലെ ആ വരികൾക്കുണ്ട്. ഞാൻ ഓർത്തപ്പോ അതൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ഇതൊക്കെ മഹാഗുരു നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന വരപ്രസാദങ്ങളാണ്, മഹാഗുരുവിന്റെ വരപ്രസാദങ്ങൾ. ഇനി നമ്മൾ കുമാരനാശാനിലേക്ക് വന്നപ്പോ ഒന്ന് മാറി ഇത് പറഞ്ഞു പോയതാണ്. മഹാഗുരുവും കുമാരനാശാനും അതിപ്പോ കോലത്തുകരയിൽ വെച്ചായാലും കോലത്തുകരയ്ക്ക് പുറത്തായാലും ശ്രീനാരായണ പരമഹംസ മഹാഗുരു കുമാരനാശാൻ, CV കുഞ്ഞിരാമൻ കുമാരനാശാനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ ആശാനും ഗുരുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ആശാനും ഗുരുവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയൊന്നൊരു ഡിസ്കഷനാണ്. അതിനെക്കുറിച്ച് പല വേഷണങ്ങളുണ്ട്. 1922 ജനുവരി മാസം 13-ാം തീയതിയാണ് ഇന്നത്തെ മദ്രാസ് സെനറ്റ് ഹാളിൽ വെച്ച് അന്നത്തെ വെയിൽസ് രാജകുമാരൻ മഹാകവിക്ക് പട്ടും വളയും നൽകുന്നത്. പട്ടും വള, പ്രശസ്തി പത്രവും പട്ടും വളയും ഒക്കെ നൽകുന്നത്. ET ഗ്യാസ്കറ്റിൽ പണിതുയർത്തിയ, അതിൽ പട്ടുകൊണ്ട് പൊതിഞ്ഞ ഒരു പ്രശസ്തി പത്രവും പട്ടും വളയുമൊക്കെയാണ് ജനുവരി മാസം 13-ന് മഹാകവി കുമാരനാശാന് ചെന്നൈയിൽ, അന്നത്തെ മദ്രാസ് മദിരാശി, അവിടെ വെച്ച് കൊടുക്കുന്നത്. തിരുവിതാംകൂറിലെ പത്രങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കിയില്ല കേട്ടോ. തിരുവിതാംകൂറിലെ ഗവൺമെന്റോ തിരുവിതാംകൂറിലെ സാംസ്കാരിക സമൂഹമോ അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല. അതിന്നും അങ്ങനെ തന്നെയാ. മഹാകവി കുമാരനാശാന്റെ 100-ാം ചരമവാർഷികം കടന്നുപോയിട്ട് 2024 ജനുവരി 16-ന് എത്ര പത്രങ്ങൾ കുമാരനാശാന്റെ പേരിൽ ഒരു സപ്ലിമെന്റ് ഇറക്കിയെന്നോ, എത്ര പത്രങ്ങൾ കുമാരനാശാന് വേണ്ടി വലിയ ഒരു സെമിനാറുകളോ സമ്മേളനങ്ങളോ നടത്തിയെന്നോ. ഈ സാംസ്കാരിക കേരളം, സാഹിത്യ ലോകം മഹാകവി കുമാരനാശാനെ 100-ാം ചരമവാർഷികത്തിൽ എത്രമാത്രം ആദരിച്ചു എന്നത് നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. 1922 മഹാകവി കുമാരനാശാന് പട്ടും വളയും വെയിൽസ് രാജകുമാരൻ നൽകുമ്പോ അന്നെങ്ങനെയാണോ ഈ സമൂഹം കുമാരനാശാന് നേരെ പുറം തിരിഞ്ഞു നിന്നത്, പ്രത്യേകിച്ചും തിരുവിതാംകൂർ, ഇന്നും അത് തുടരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തർധാരയിലൂടെ കടന്നു പോകുന്ന ജാതിയുടെ ഒഴിവാക്കൽ നാം കാണേണ്ടതുണ്ട്. കോലത്തുകര അതിൻ്റെ വേദി അല്ലാത്തത് കൊണ്ട് നാം അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. അതിനുശേഷം കുമാരനാശാൻ തിരികെ തിരുവിതാംകൂറിലേക്ക് വരുന്നതിന് മുൻപ് കൊച്ചിയിൽ ജനുവരി മാസം 21-ാം തീയതി കുമാരനാശാന് SNDP യോഗം മുന്നിട്ട് ഒരു വലിയ സ്വീകരണം നൽകുന്നുണ്ട്, വലിയ സ്വീകരണം. ആ സ്വീകരണത്തിന്റെ അന്ന് വൈകുന്നേരം കുമാരനാശാനും ശ്രീനാരായണ തീർത്ഥസ്വാമിയും CV കുഞ്ഞിരാമനും, കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പത്രാധിപർ സുകുമാരന്റെ അച്ഛൻ, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, അല്ലെങ്കിൽ മയ്യനാട് K ദാമോദരന്റെ പിതാവ്, തിരുക്കൊച്ചി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്ന C കേശവന്റെ ഭാര്യാപിതാവ് CV കുഞ്ഞിരാമൻ, ശ്രീനാരായണ തീർത്ഥസ്വാമി, ശ്രീനാരായണ പരമഹംസ ഭഗവാന്റെ തിരുവുള്ളമൂരി ബഹിർഗമിച്ച ശ്രീനാരായണ സ്മൃതിയായ ശ്രീനാരായണ ധർമ്മത്തെ നമുക്കായി വ്യാഖ്യാനിച്ചു നൽകിയ, മഹാഗുരുവിൽ നിന്നും നേരിട്ട് സന്യാസം കിട്ടിയവരിൽ ഒരേ ഒരു ശിഷ്യൻ മാത്രമാണ് ഗുരുവിന്റെ സമാധിക്ക് ശേഷം ശിവഗിരി മഠത്തിന് പുറത്ത് സ്ഥലം വാങ്ങി ഒരു ആശ്രമം സ്ഥാപിച്ച് ശിവഗിരി മഠത്തിന്റെ ബ്രാഞ്ചാക്കി മാറ്റിയത്. അത് ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. കൊല്ലം ജില്ലയിൽ പരവൂരിൽ ജനിച്ച് പിന്നീട് കോട്ടയം ജില്ലയില് പാമ്പാടിക്കടുത്ത് ശിവദർശന ക്ഷേത്രത്തിൽ മേൽശാന്തിയായി മാറി പാമ്പാടി സ്വാമി എന്നറിയപ്പെട്ടിട്ട്
അവിടെ നിന്നും സ്വാമി തൃപ്പാദങ്ങൾ പിന്നീട് സന്യാസം നൽകി ശ്രീനാരായണ തീർത്ഥരായി മാറിയ, പിന്നീട് ശ്രീനാരായണ ധർമ്മത്തിന്റെ ജനറൽ സെക്രട്ടറിയായി മാറിയ, ഒരേ സമയം ശിവഗിരി മഠത്തിന്റെയും SNDP യോഗത്തിന്റെയും ഒരുപോലെ നേതൃസ്ഥാനം അലങ്കരിച്ച, അല്ലെങ്കിൽ എന്താ സമുദായ സ്നേഹിയായ ഗുരുവിന്റെ ശിഷ്യൻ എന്ന് പുകൾപെറ്റ ശ്രീനാരായണ തീർത്ഥസ്വാമി. ഞാൻ ഇത്രയും പറയാൻ കാരണം ഇവർ രണ്ടുപേരും ഇന്റലക്ച്വലി ഉയർന്ന നിലവാരത്തിലുള്ളവരാണ്, ബൗദ്ധികമായി ഒരല്പം ഉയർന്ന നിലവാരത്തിലുള്ളവരാണ്. ഈ രണ്ടുപേരും കുമാരനാശാനുമായി കൊച്ചി കായലിന്റെ തീരത്തൂടെ ഒന്ന് നടക്കുവാൻ പോകുന്നുണ്ട്. അങ്ങനെ നടന്നു പോയിട്ട് ആ ഓളങ്ങളുടെ കുളിരേറ്റുകൊണ്ടിരിക്കുമ്പോ CV കുഞ്ഞിരാമന്റെ ഒരു ചോദ്യമുണ്ട് മഹാകവി കുമാരനാശാനോട്. ആശാനും ഗുരുവുമായുള്ള ബന്ധത്തെ ആശാൻ എങ്ങനെയാണ് നിർവചിക്കുന്നത്? അപ്പോ ഈ കുളത്തൂരിന്റെ മണ്ണിലെ സമസ്യാപൂർണം മുതൽ മഹാകവി കുമാരനാശാനും സാമതൃപാദങ്ങളുമായുള്ള ആ ഒരു അന്തരംഗ ബന്ധം, അതിപ്പോ ഗുരുശിഷ്യ ബന്ധമെന്നോ അത് സുഹൃത്ത് ബന്ധമെന്നോ പിതൃപുത്ര ബന്ധമെന്നോ എങ്ങനെ വേണമെങ്കിലും ചരിത്രത്തിൽ നമുക്ക് വിവക്ഷിക്കാവുന്നതാണ്. കുമാരനാശാൻ ആ കൊച്ചി കായലിലേക്ക് നോക്കിയിരുന്നിട്ട് വളരെ ബൗദ്ധികമായ ഫിലോസഫിക്കലായ ഒരു ആൻസറാണ് മറുപടി പറയുന്നത്. നോക്കൂ, ഒരു ജലാശയത്തിന്റെ കരയിൽ ഒരു ആ കായലിലേക്ക് നോക്കിയിട്ട് കുമാരനാശാൻ പറയുന്നുണ്ട്, ഒരു ജലാശയത്തിന്റെ കരയിൽ ആ ജലാശയത്തിലോട്ട് ചെരിഞ്ഞൊരു വൃക്ഷം നിൽക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ആ വൃക്ഷത്തിന്റെ ജലാശയത്തിലോട്ട് അല്ലെങ്കിൽ ഈ കായലിലോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കമ്പിന്റെ എഡ്ജില് അവിടേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഇലയുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ഇലയുടെ തുഞ്ചത്തായി ഒരു മഞ്ഞിൻ കണം നിൽക്കുന്നുണ്ടെങ്കിൽ ആ മഞ്ഞിൻ കണത്തിന് ഒരു അസ്തിത്വമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. ആ ഇലയുടെ തുഞ്ചത്ത് ആ മഞ്ഞിൻ കണം ഇരിക്കുമ്പോൾ മാത്രം ഒരു ചെറിയ കാറ്റത്ത് ആ ഇലയൊന്ന് ആടി ഉലഞ്ഞ് ആ മഞ്ഞിൻ കണം പതിയെ ഉരുണ്ട് ആ ജലാശയത്തിലേക്ക് വീണാൽ പിന്നെ ആ മഞ്ഞിൻ കണത്തിന് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല, അതിനൊരു വ്യക്തിത്വമില്ല, അതിനൊരു അസ്തിത്വവുമില്ല. അത് അവിടെ ഇല്ലാതെയാകും. ആ വലിയ ജലനിധിയുടെ ഭാഗമായി അതിന്റെ എൻഡിട്ട് ഇല്ലാതെയായി അത് അതിന്റെ ഭാഗമായി ലയിച്ചു പോകും. അങ്ങനെയുള്ള ഒരാള് ഒരു മഞ്ഞൻ കണമായിരുന്നു ഞാൻ. ആ മഞ്ഞിൻ കണം പക്ഷേ അവിടെ നിന്നും ഉതിർന്ന് താഴേക്ക് വീണത് കായലിലേക്കല്ല. ആ കായൽ ഈ സംസാരമാകുന്ന വാരാനിധിയിൽ, ഈ വലിയ സംസാര സാഗരത്തിൽ ശ്രീനാരായണ പരമഹംസ മഹാഗുരുവെന്ന ഒരു താമരയുടെ ഇതളിലേക്കാണ് കുമാരുവെന്ന മഞ്ഞിൻ കണം ഞാൻ ഉതിർന്നു വീണത്. അതാ ജലനിധിയിലേക്ക് പതിച്ചില്ല. ആ താമരയുടെ ഇതളിൽ പതിച്ചത് കൊണ്ട് എനിക്കെന്റെ വ്യക്തിത്വവും എനിക്കെന്റെ അസ്തിത്വവും നഷ്ടപ്പെട്ടു പോകാതെ അതേ ക്ലാരിറ്റിയോടുകൂടി അതേ വ്യക്തിത്വത്തോടുകൂടി എനിക്ക് എൻ്റെ അസ്തിത്വം നിലനിർത്തുവാൻ പറ്റി എന്നായിരുന്നു കുമാരനാശാന്റെ മറുപടി. ഗുരുവും കുമാരനാശാനുമായുള്ള അന്തരംഗ ബന്ധത്തെ മഹാകവി കുമാരനാശാൻ സ്വന്തമായി നിർവചിച്ചത് ആ തലത്തിലാണ്. നോക്കൂ, കുമാരനാശാൻ പറയുന്നതാണ്, അല്ലെങ്കിൽ ആ കായിക്കരയുടെ കടലോരത്ത് ഏതെങ്കിലും ഒരു പീടികയുടെ കണക്കെഴുത്തുകാരനായോ ഏതെങ്കിലും ഒരു കയർ ഫാക്ടറിയിൽ കണക്കെഴുത്തുകാരനോ ആയി അവസാനിച്ചു പോകുമായിരുന്ന തൊമ്മൻവിളാകത്ത് നാരായണൻ പെരുങ്കുടിയുടെ മകൻ ഇപ്പോ വെയിൽസ് രാജകുമാരൻ പട്ടും വളയും തന്ന മഹാകാവ്യം എഴുതാത്ത മഹാകവിയായ ആളെന്ന് എല്ലാവരും പറയുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാരായണ പരമഹംസ മഹാഗുരുവെന്ന താമര ഇതിലോട്ട് ഉതിർന്നു വീണ മഞ്ഞൻ കണമായി ഞാൻ നിലനിൽക്കുന്നത് കൊണ്ടാന്നാ പറഞ്ഞേ. അങ്ങനെ ഉതിർന്നു വീഴുവാൻ കാരണമായതും ഈ കോലത്തുകരയുടെ മണ്ണ് തന്നെയാണ്. കുമാരനാശാൻ ഗുരുവുമായുള്ള ബന്ധത്തിനൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഇപ്പോൾ സാമതൃപാദങ്ങൾ കായിക്കരയിലോട്ട് ചെല്ലുന്നതായും കായിക്കരയിൽ ഏറത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെയും കായിക്കര കപിലേശ്വരത്തിൻ്റെയും ഒക്കെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സാമതൃപാദങ്ങൾ അവിടെ പോകുന്ന സമയത്ത് കുമാരനാശാന്റെ വീട്ടിൽ ചെന്നതായും കുമാരനാശാനെ സന്ദർശിക്കുവാൻ രോഗഗ്രസ്തനായി കിടന്ന് കുമാരനാശാനെ അങ്ങോട്ട് കാണുവാൻ ചെന്നതായും നീ നമ്മോടൊപ്പം പോരുന്നോ ചോദിച്ചതായും കുമാരു നമുക്കിരിക്കട്ടെ എന്ന് പറഞ്ഞതായും ഒരുപാട് ചിന്തകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം ഒരു പരിധിവരെ സത്യവുമാണ്, ഏറെക്കുറെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നതുമാണ്. എന്നിരുന്നാലും കുമാരനാശാൻ പറഞ്ഞ ആ ഒരു ചിന്ത മഹാഗുരുവെന്ന താമര ഇതളിലോട്ട് കുമാരനാശാൻ എന്ന മഞ്ഞിൻ കണം ഉതിർന്നു വീഴുന്നത് ഈ കോലത്തുകരയുടെ പരിപാവനമായ മണ്ണിൽ വെച്ച് തന്നെയാണ്. നോക്കൂ, കോലത്തുകര ക്ഷേത്രം എങ്ങനെയെല്ലാം നമ്മൾ നോക്കുമ്പോഴും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ, ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് വെറുതെ ഇങ്ങനെ ഓരോ ലേഖനങ്ങൾ മറിച്ച് നോക്കിയപ്പോൾ
ഇവിടുത്തെ പ്രസിഡന്റ് തുളസീധരൻ സാറിൻ്റെ ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. ഇവിടുത്തെ 125ാമത് ഉത്സവത്തിൻ്റെ സുവനീറുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹവും പരാമർശിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇൻഫോസിസ് ക്യാമ്പസിലെ ഏതാണ്ട് ഉത്സവകാലത്തെ മുഴുവൻ നാളികേരത്തിൻ്റെ ആദായവും ക്ഷേത്രത്തിലേക്ക് നൽകുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റുമോ? നമ്മൾ കോട്ടയത്തൊക്കെ അല്ലെങ്കിൽ പാലക്കാട് കോഴിക്കോടൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി പറയും, നിങ്ങൾക്കറിയാമോ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഇൻഫോസിസിന്റെ ക്യാമ്പസ് ഉള്ളത്. നമ്മൾ ഇൻഫോസിന് പ്രത്യേകത പറയും. ഇൻഫോസിസിന്റെ ഫൗണ്ടർ നാരായണമൂർത്തി സാറിന്റെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ആ ഫ്ലോട്ടിൽ വീഴുന്ന, ആ വളപ്പിൽ വീഴുന്ന നാളികേരങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ഒരു കാണിക്ക പോലെ കൊടുക്കണം. നമ്മൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയും, ഇത് സാധാരണക്കാരനല്ല, ഇന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ വൈഫിന്റെ അച്ഛനാ. അങ്ങനെയുള്ള ഒരാളാണ് നോക്കൂ ഈ കോലത്തുകര ക്ഷേത്രത്തോട് ഇത്രയും ഒരു റെസ്പെക്ട് കാണിക്കുന്നത്. അത് മഹാഗുരുവിന്റെ ഇവിടെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ഇവിടെ എത്രയോ പേര് കേട്ട ക്ഷേത്രങ്ങളുണ്ട്. നോക്കൂ ഈ വളപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ആ ചൈതന്യ സൗകുമാര്യതയുടെ മഹാഗുരുവിന്റെ പാദം പതിഞ്ഞ ഈ മണ്ണിന്റെ സാമുദ്രപാദങ്ങൾ പറയുന്നത് പോലെ മഹാഗുരുക്കന്മാരുടെ പാദം പതിഞ്ഞ മണ്ണിന്റെ വൈശിഷ്ടതയാണ് അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടാകുവാൻ പോലും. കോലത്തുകരയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് നിരവധിയായിട്ട് കാണാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇവിടെയുള്ള ശ്രീനാരായണ ആശ്രമം, ഇലങ്കം എന്ന് പേരുണ്ടായിരുന്ന മഹാഗുരു വിശ്രമിച്ചിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റൊക്കെ ഇപ്പോൾ പുതിയ വിഗ്രഹം സമർപ്പിച്ചിട്ടുള്ള ആ മഹാഗുരു ഇരുന്നിരുന്ന കസേരയും കിടന്നിരുന്ന കട്ടിലും സാമുദ്രപാദങ്ങൾ ഉപയോഗിച്ചിരുന്ന കമണ്ടലുമൊക്കെ ദിവ്യ തിരുശേഷിപ്പുകളായി നമുക്ക് നമസ്കരിച്ച് അനുഗ്രഹത്തിന് പ്രാപ്തരാകുവാൻ സാധിക്കുന്ന ആ ബിൽഡിങ്ങിൽ, ആ കെട്ടിടം ഉണ്ടായതിൻ്റെ പുറകിലും ഗുരുവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കഥയുണ്ട്. സാമുദ്രപാദങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് സാമുദ്രപാദങ്ങൾ കോലത്തുകരയ്ക്ക് മടങ്ങുന്നതിന് മുമ്പായി ഇവിടെ ഒരു പർണശാല പോലെയുള്ള ആശ്രമ വിധാനം ഒരുക്കുവാൻ ആലോചിക്കുന്നുണ്ട്. വന്ന ആശാരി ഇവിടെ എവിടെയും അതിന് അനുയോജ്യമായ ഒരു സ്ഥലം കാണുവാനാകാതിരിക്കുന്ന സമയത്ത് തൃപ്പാദങ്ങൾ പതുക്കെ നടന്നു വന്ന് കാലുകൊണ്ടൊരു സ്കെച്ച് പോലെ വരച്ച് കാണിച്ചിട്ട് ഇവിടെ ഇത് നിർമ്മിക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലായി ഒരു സർപ്പക്കാവിൻ്റെ സംവിധാനം നോക്കൂ, അന്നുമുള്ളതാണ്. ആ കാവ് മഹാഗുരു ചെമ്പഴന്തി നാണുവാശാനായിരിക്കുന്ന കാലത്ത് പോലും നമുക്ക് പരാമർശമാണ് ആ വനപ്രദേശം. നോക്കി ഇന്നിവിടെ വലിയൊരു നഗരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 100-140 വർഷങ്ങൾക്ക് മുമ്പ് ഇൻ ബിറ്റ്വീൻ ഒരു 150 വർഷത്തിനകത്തുള്ള ചരിത്രത്തിൽ വലിയ നിബിഡ വനത്തിൻ്റെ സംവിധാനം ഈ പരിസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൗതുകത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ മണ്ണിലൂടെ നടക്കുവാനാകുന്നുള്ളൂ. സാമുദ്രപാദങ്ങൾ അവധൂത കാലത്ത് ഇതിലൂടെ കടന്നു വരുന്ന ഒരു ചരിത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ അവധൂത് ആരംഭിക്കുന്നതിന് മുമ്പ് ചെമ്പഴന്തിയിൽ നാണുവാശാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുടിപ്പള്ളിക്കുടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമ്പ്രദായത്തിന്റെ സമയത്ത് സാമുദ്രപാദങ്ങളുടെ ഒരു കഥയുണ്ട്. സാമുദ്രപാദങ്ങൾ അന്നും ആ ഒരു വലിയ നിബിഡമായ സർപ്പക്കാവിൻ്റെ സ്വഭാവമുള്ള ആ ഒരു ഭൂപ്രദേശം കടന്നിങ്ങോട്ട് വരുമ്പോൾ അന്ന് പകൽ പോലും ആളുകൾ ഭയന്നിരുന്ന ആ മണ്ണിലൂടെ നടന്നു വരുമ്പോൾ തൃപ്പാദങ്ങൾ പറയുന്നുണ്ട് കൂടെയുള്ള കൂട്ടുകാർക്ക് അവിടം ക്രോസ് ചെയ്ത് വരുവാൻ ഭയമുണ്ടെന്ന് പറയുമ്പോൾ നമ്മെ തൊട്ടിട്ട് പോന്നോളൂ, അല്ലെങ്കിൽ നമ്മെ തൊട്ടുകൊണ്ടു പോന്നോളൂ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നോക്കൂ, തൃപ്പാദങ്ങൾ മരുത്വാമല തപസ്സനുഷ്ഠിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ സാമുദ്രപാദങ്ങൾ തിരികെ വന്ന് ഭഗവാന്റെ തപസ് പരിപക്വമാകുന്ന അരുവിപ്പുറം കാലഘട്ടത്തിന് മുമ്പ് ചെമ്പഴന്തി കാലഘട്ടത്തിൽ ഗുരു പറഞ്ഞു കൊടുത്തതാണ് നമ്മെ തൊട്ടുകൊണ്ടുപോരൂ. അപ്പൊ അന്നും അവിടെ ആ നിബിഡ വനം അല്ലെങ്കിൽ സർപ്പക്കാവിന്റെ സ്വഭാവമുള്ള ആ വനസമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ സാമുദ്രപാദങ്ങൾ സ്ഥാനം നിർണയിച്ച ആ മണ്ണിൽ അവിടെ ഒരു കൃത്യമായ പർണശാല നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സർപ്പക്കാവ് വെട്ടിത്തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഭയത്തോടു കൂടി ഇവിടുത്തെ ആളുകൾ സംസാരിക്കുമ്പോൾ തൃപ്പാദങ്ങൾ പറയുന്നുണ്ട് അത് സാരമില്ല, ആ സർപ്പക്കാവ് വെട്ടി തെളിച്ചിട്ട് അവിടെ ആശ്രമ സമുച്ചയമായി നിർമ്മിക്കാം. ഇന്നത്തെ പോലെ വലിയ കോൺക്രീറ്റ് സംവിധാനമല്ല, മുളങ്കമ്പുകൾ നാട്ടി പനമ്പ് കൊണ്ട് മറച്ച് മെടഞ്ഞ ഓലമടൽ കൊണ്ട് മേൽക്കൂരയിട്ട ഒരു പർണശാലയാണ് ഇവിടെയൊന്ന് ചമയ്ക്കപ്പെടുന്നത്. രസകരമായ ഒരു കഥയാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. സാമുദ്രപാദങ്ങൾ ഈ പർണശാലയുടെ അല്ലെങ്കിൽ ആ ശ്രീനാരായണ ആശ്രമത്തിൻ്റെ ഇനാഗുറേഷൻ ഉദ്ഘാടനം ഒരു നിലവിളക്ക് കൊളുത്തി സാമുദ്രപാദങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു തുടക്കം, ഒരു ഉദ്ഘാടനം നിർവഹിച്ചിട്ട് തൃപ്പാദങ്ങൾ അരുവിപ്പുറത്തിന് മടങ്ങുന്നു.
ആ ആശ്രമത്തിൽ അന്തേവാസിയായി പിന്നീട് കുളത്തൂർ സ്വാമി എന്ന് വിളിപ്പേര് പോലും ഉണ്ടായി വന്നിട്ടുള്ള ശിവലിംഗദാസ സ്വാമികൾ അവിടെ അന്ന് അന്തേവാസിയായി വാസമുറപ്പിക്കുന്നു. പിറ്റേന്ന് രാവിലെ അതിന്റെ രസകരമായ ചരിത്രം പറയുന്നത് പുലർച്ചെ ഏതാണ്ട് ഒരു 4 മണിയായി കാണും. ശിവലിംഗദാസ സ്വാമികൾ ഉണർന്ന് ഡോറ് തുറന്ന്, ഇന്നത്തെ പോലെ ഡോറല്ല, ചെറിയ പനമ്പ് കൊണ്ട് മറച്ചിട്ടുള്ള മുളങ്കമ്പുകൾ കീറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ സംവിധാനമാണ് വാതിൽ. ആ വാതിൽ ഒരു കയറ്, ലോക്കൊന്നുമല്ല, കയറ് ചേർത്ത് കെട്ടുന്ന വാതിൽ. അത് അഴിച്ചിട്ട് തുറക്കുമ്പോൾ ശിവലിംഗദാസ സ്വാമിയെ നോക്കിക്കൊണ്ട് ഏതാണ്ടൊരു 3 അടിക്കടുത്ത് പൊക്കമുള്ള ഒരു സർപ്പം ശിവലിംഗ സ്വാമിയെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കുവാൻ പറ്റും. ഭയന്ന് പോയ ശിവലിംഗദാസ ഈ കോലത്തുകരുടെ മണ്ണിൽ സംഭവിച്ച ഒരു ചരിത്രമാണത്. ശിവലിംഗസ്വാമി മുന്നോട്ടോ പുറകോട്ടോ ചലിക്കാതെ ഏറെ സമയം ആ സർപ്പത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് പുലർച്ചെ സൂര്യപ്രകാശം നിപതിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ, നമുക്കൊരു 6 മണി എന്നൊക്കെ സമയം അതിനെ വേണമെങ്കിൽ എടുക്കാം, ഈ സർപ്പം സാവധാനം താഴേക്ക് തല താഴ്ത്തി ഇഴഞ്ഞങ്ങ് പോകുന്നുണ്ട്. അത്രയും സമയം മുന്നോട്ടും പോകാതെ പുറകോട്ടും പോകാതെ നിശ്ചലനായി നിൽക്കേണ്ടി വന്നു ശിവലിംഗദാസ സ്വാമിക്ക്. ഒരു യാദൃച്ഛികത എന്നോണം അതങ്ങനെ അങ്ങ് കടന്നുപോയി. പിറ്റേന്ന് രാവിലെ ഏതാണ്ട് ഇതേ സമയം രാവിലെ 4 മണിക്ക് ശിവലിംഗദാസ സ്വാമി ഉണർന്നു വരുമ്പോൾ, ശിവലിംഗസ്വാമിക്ക് തലേദിവസത്തെ ഓർമ്മ അത്ര കാര്യമായിട്ടില്ല, ഇന്നലെ യാദൃശിക സംഭവിച്ചതാണ്. അത് അത്രയ്ക്കും സ്വാമിയെ ഹോൾഡ് ചെയ്യുന്നുമില്ല. ഇന്നും ഡോർ തുറക്കുമ്പോ ഇന്നലത്തേതുപോലെ അതിഥി സ്വാമിയെ നോക്കിക്കൊണ്ട് അവിടെ തന്നെയുണ്ട്. അതൊരു യാദൃശ്ചികതയ്ക്ക് അപ്പുറത്ത് ഒരു അപൂർവതയുടെ സ്വഭാവത്തിലേക്ക് ശിവലിംഗസ്വാമി ഞെട്ടുന്നു. ആ ദിവസവും ഏതാണ്ട് 2 മണിക്കൂർ സമയം, സൂര്യോദയം വരെ, സൂര്യപ്രകാശം പതിക്കുന്നത് വരെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 6 മണി വരെ എന്ന് വേണമെങ്കിൽ എടുക്കാം. അതിന്റെ റിപ്പോർട്ടുകളിലൊന്നും കൃത്യമായ സമയമില്ല. സൂര്യോദയം എന്നൊരു പരാമർശമാണ്. ഈ സർപ്പം അതുപോലെ തന്നെ ഇഴഞ്ഞു പോവുകയാണ്. അതൊരു ചർച്ചയാകുന്നു ഈ കുളത്തൂരിൽ. ഈ കോലത്തുകരയുടെ പരിസരങ്ങളിൽ ആളുകൾ ഒരു കൗതുകത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേന്ന് ഈ തരത്തിൽ ഒരു സർപ്പത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ മഹാഗുരുവിനെ വിവരം അറിയിക്കണമെന്ന് ഒരു ഡിസ്കഷൻ ഈ കുളത്തൂരുള്ള ആശ്രമ ബന്ധുക്കളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും മറ്റുമിടയിൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ശിവലിംഗദാസ സ്വാമി കാത്തിരിക്കുന്നു പിറ്റേന്ന് നേരം പുലരുവാൻ. പറഞ്ഞതുപോലെ തന്നെ നേരെ ഈ പറഞ്ഞ 4 മണിയാകുന്നു. ശിവലിംഗദാസ സ്വാമികൾ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുമ്പോ ആ നാഗം അങ്ങനെ തന്നെ 3-ാം ദിവസവും ശിവലിംഗസ്വാമിയെ വെയിറ്റ് ചെയ്യുന്നു. ഒന്നും മിണ്ടാതെ ശിവലിംഗസ്വാമി നിൽക്കുന്നു. പതിവ് പോലെ സർപ്പം ഇഴഞ്ഞു പോകുന്നു. പതിവുള്ള കാര്യങ്ങൾക്ക് ശേഷം ആ ശിവലിംഗസ്വാമി നേരെ പുറപ്പെട്ടു പോകുന്നത് അരുവിപ്പുറത്തേക്കാണ്. സ്വാമിതൃപാദങ്ങളെ അഭയം പ്രാപിക്കുന്നു. ശിവലിംഗസ്വാമിക്ക് പൊതുവെ സ്വാമിയോട് ഒരു പിതൃസഹജമായ ബഹുമാനവും സ്വാതന്ത്ര്യമുള്ള ആളാണ്. സ്വാമി, ഞാൻ കോലത്തുകര നിൽക്കത്തില്ല സ്വാമി, ഞാൻ കുളത്തൂർ ആശ്രമത്തിൽ താമസിക്കത്തില്ല സ്വാമി, എല്ലാ ദിവസവും രാവിലെ എന്നെ പാമ്പ്, നാഗം വന്ന് ഭയപ്പെടുത്തുന്ന സ്വാമി എന്ന് പറയുന്നു. അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് ഗുരുവിന്റെ ഒരു പരാമർശമുണ്ട്, ശിവലിംഗ, നീ ഭയപ്പെടേണ്ടതില്ലല്ലോ, ആ നാഗം നിന്നെ നോക്കിക്കൊണ്ട് നിന്നല്ലേ ഉള്ളൂ, അത് നിന്നെ ഭയപ്പെടുത്തിയൊന്നുമില്ലല്ലോ. ഒരു സമയം കഴിഞ്ഞപ്പോ അതങ്ങ് ഇഴഞ്ഞു പോയില്ലേ, നീ എന്തിനാടാ ഭയപ്പെടുന്നത്? അപ്പൊ ശിവലിംഗസ്വാമി പറയുന്നുണ്ട്, ഇല്ല സ്വാമി, എനിക്കതിന്റെ രൂപം കാണുമ്പോഴേ ഭയമാണ് സ്വാമി, ഘോര രൂപമാണ് സ്വാമി, എനിക്ക് ഭയമാണ് സ്വാമി, ഞാൻ ഇനി കോലത്തുകരയ്ക്ക് പോകത്തില്ല സ്വാമി. അല്ലെങ്കിൽ സ്വാമി എന്റെ കൂടെ വന്ന് ആ ദുഷ്ടജന്തുവിനെ, ഞാൻ വായിച്ച ചരിത്രത്തിൽ ഇങ്ങനെ തന്നെയാണ് വാക്ക് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ആ ദുഷ്ടജന്തുവിനെ ഓടിച്ചു വിടണം സ്വാമി. അപ്പോ സ്വാമിതൃപാദങ്ങൾ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്, ഇന്ന് കോലത്തുകരയ്ക്ക് മടങ്ങ്, നീ അവിടെ ചെന്നിട്ട് ആ നാഗം നാളെ മിക്കവാറും വരില്ല, നാം സങ്കല്പിക്കാം വരില്ല. ഇനി അഥവാ വന്നാൽ നീ അവനോട് പറയുക, നീ നമ്മെ വന്ന് കണ്ടു അരുവിപ്പുറത്ത്, നാം അവനോട് പറയാൻ പറഞ്ഞതായി പറയുക, ഈ ആശ്രമം മനുഷ്യർക്ക് ജീവിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്, ഇവിടെ ജീവിക്കേണ്ടത് മനുഷ്യരാണ്, നിനക്ക് ജീവിക്കുവാൻ അടുത്ത് കാടുണ്ടല്ലോ, നിനക്ക് ആ കാട്ടിൽ പോയി ജീവിക്കാമല്ലോ എന്ന് പറയുക. നീ ഇങ്ങനെ പറയുമ്പോ നാഗം പൊക്കോളും, പിന്നെ വരികയില്ല. അവൻ പോയില്ലെങ്കിൽ നീ നമ്മെ വിവരം അറിയിക്ക്, നാം വരാം. അത് ന്യായമായ കാര്യമാണല്ലോ. ശിവലിംഗസ്വാമി തിരികെ ഈ മണ്ണിലോട്ട് കോലത്തുകരയ്ക്ക് വരുന്നു. അന്ന് വൈകുന്നേരമാകുന്നു. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശിവലിംഗസ്വാമി ഉറങ്ങിക്കാണുമല്ലേ, എങ്ങനെയെങ്കിലും രാവിലെ ആയാൽ മതി.
എങ്ങനെയെങ്കിലും 4 മണിയായാൽ മതി. ഡോറ് തുറന്നിട്ട് സർപ്പമുണ്ടോ ഇല്ലയോ എന്നറിയണം. ശിവലിംഗ സ്വാമിക്ക് ഓരോ നിമിഷങ്ങളും ഓരോ യുഗങ്ങൾ പോലെ കടന്നു പോവുകയാ. സമയം പതിവ് പോലെ പുലർച്ചയാകുന്നു. ശിവലിംഗസ്വാമി വിറയ്ക്കുന്ന കൈകളോടുകൂടി ഈ കെട്ടഴിച്ച് ഡോറ് തള്ളി മാറ്റുമ്പോ ആളവിടെ തന്നെയുണ്ട്. നോക്കിക്കൊണ്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് ശിവലിംഗസ്വാമിയെ നോക്കിക്കൊണ്ട് നിൽക്കുക. പതുക്കെ വിറച്ച് വിറയാർന്ന ശബ്ദത്തില്. കാര്യം ഗുരുവിന്റെ പ്രഥമ ശിഷ്യനും ഒരു മുക്തപുരുഷന്റെ സ്വഭാവമുള്ള ആളൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ഒരു മാനുഷികമായ പേടിയും ഭയമൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി കഥകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വിറച്ച് പറയുക, ഞാൻ ഇന്നലെ സ്വാമിയെ പോയി കണ്ടായിരുന്നു അരുവിപ്പുറത്ത്. നീ ഇവിടെ വന്ന കാര്യം ഞാൻ സ്വാമിയോട് പറഞ്ഞായിരുന്നു. അപ്പൊ സ്വാമി എന്നോട് പറഞ്ഞ് ഈ ആശ്രമം മനുഷ്യന്മാർക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാന്ന്, ഇവിടെ താമസിക്കേണ്ടത് മനുഷ്യന്മാരാന്ന്, നിനക്കപ്പുറത്ത് കാടുണ്ടല്ലോ, നിനക്ക് ആ കാട്ടിൽ പോയി താമസിക്കാമല്ലോ എന്ന് പറഞ്ഞ്. ഇത് സാമുദ്രിപാദങ്ങൾ പറഞ്ഞ കാര്യം ഈ നാഗത്തിനെ നോക്കി പറയുകയും അവൻ സാവധാനം പത്തി താഴ്ത്തി ഇഴഞ്ഞു പോയൊരു ചരിത്രമുണ്ട് ഈ കോലത്തുകരയുടെ മണ്ണിൽ. നോക്കൂ, പിന്നീട് കടന്നു വന്നിട്ടേ ഇല്ല. ശ്രീനാരായണ ഗുരുവും കോലത്തുകരയും എന്നുള്ളൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ഇല്ലാതെ ഒരു വിഷയമുണ്ടോ? അങ്ങനെ മഹാഗുരുവിന്റെ സങ്കല്പശക്തി നിറഞ്ഞൊഴുകുന്നതാണ്. അരുവിപ്പുറത്തിരുന്നു കൊണ്ട് മഹാഗുരു കൽപ്പിച്ചപ്പോ നോക്കൂ, ഇവിടെ ഉണ്ടായിരുന്നൊരു നിബിഡമായ സർപ്പക്കാവിലെ സർപ്പം അതനുസരിക്കുന്നുണ്ട്. ഈ സർപ്പക്കാവ് പിന്നീട് ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് മഹാഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽ ആദ്യമായി സാമുദ്രിപാദങ്ങൾ കാശിയിലേക്ക് വിട്ട് വൈദിക താന്ത്രിക വിദ്യകൾ അഭ്യസിപ്പിച്ച ശങ്കരൻ പരദേശിയുടെ കാര്യത്തിലാണ് ഒരിക്കൽ കൂടി കോലത്തുകരയുടെ ഈ സർപ്പക്കാവ് കടന്നു വരുന്നുണ്ട്. അത് ശങ്കരൻ പരദേശി സ്വാമികൾ, കൊടുങ്ങല്ലൂർ സ്വദേശിയായ പി ശങ്കരൻ ശ്രീനാരായണ പരമസദ്ഗുരുവിനെ കാണുവാനായി ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ അന്നത്തെ കൊച്ചി രാജ്യത്തെ കൊടുങ്ങല്ലൂരിൽ നിന്നും കാൽനടയായി നടന്ന് അരുവിപ്പുറത്തേക്ക് വരുന്നു. കാൽനടയായി. അതിനെക്കുറിച്ച് 2 പരാമർശങ്ങളുണ്ട്. ചില ചരിത്രകാരന്മാർ അരുവിപ്പുറത്ത് എത്തുമ്പോൾ തന്നെ സാമുദ്രിപാദങ്ങൾ ഒരൽപ്പം നാണയം കൊടുത്തിട്ട് നീ കാശിയിലേക്ക് പോകൂ എന്ന് പറയുന്നു. നമ്മുടെ സുധാനന്ദ സ്വാമിയൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചെഴുതിയിട്ടുള്ളത് അങ്ങനെയല്ല. അരുവിപ്പുറത്തേക്ക് വരുന്നു. ഗുരുവിന്റെ അന്തേവാസിയായി കുറച്ചു കാലം ഈ കൊടുങ്ങല്ലൂർ സ്വദേശി ശങ്കരൻ അരുവിപ്പുറത്ത് താമസിക്കുന്നു. അന്ന് അരുവിപ്പുറത്ത് മഹാഗുരുവിന്റെ തിരുനികടത്തിൽ മറ്റൊരാൾ കൂടി വന്നു ചേരുന്നുണ്ട്. അരുവിപ്പുറത്തിനടുത്ത് വലിയ, അല്ലെങ്കിൽ ഇന്നത്തെ അരുമാനൂർ ശ്രീ നായനാർ ക്ഷേത്രമുള്ള അരുമാനൂർ സ്വദേശിയായ വലിയ തോട്ടത്തിൽ നാണു അദ്ദേഹവും ഗുരുവിന്റെ തിരുസൗധത്തിലേക്ക് വന്നു ചേരുന്നു. 2 പേരെയും സാമുദ്രിപാദങ്ങൾ ഇന്നത്തെ ബനാറസ്, കാശി, നമ്മുടെ നരേന്ദ്രമോദിയുടെ മണ്ഡലം കാശിയിലോട്ട് പറഞ്ഞയക്കുന്നു. അവിടെ കാശി വിശ്വസംസ്കാര യൂണിവേഴ്സിറ്റിയിൽ 2 പേർക്കും താന്ത്രിക വിദ്യയിൽ അഡ്മിഷൻ കിട്ടുന്നു. ആ അഡ്മിഷൻ കിട്ടുന്നതൊക്കെ വലിയ ചരിത്രമാണ്, വലിയ ഹിസ്റ്ററിയാണ്. അതൊക്കെ പറഞ്ഞ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. 2 അവർണ യുവാക്കൾക്ക് കാശി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുന്നതേയില്ല. ഇവർ 2 പേരും അവിടെ എങ്ങനെ പ്രവേശനം ലഭിക്കണം, എവിടെ താമസിക്കണം എന്നൊക്കെ ആലോചിച്ച് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ 2 പേരും അവിടെ ഒരു ക്ഷേത്രത്തിന്റെ വളപ്പിൽ കിടന്നുറങ്ങുമ്പോ 2 പേർക്കും ഒരുപോലെ സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. സാമുദ്രിപാദങ്ങളുടേത് നാളെ രാവിലെ ഇന്ന ആശ്രമത്തിലെ ഇന്ന മഠത്തിലെ ഇന്ന മെഹന്ത് എന്നാണ് ആ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഇത്ര മണിക്ക് പോയി കാണണം. ഒരു സ്വപ്നവാ. 2 പേരും ഞെട്ടി ഉണർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. നീ കണ്ടുവോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. 2 പേർക്കും ഒരുപോലെയാണ് ഗുരുവിന്റെ സ്വപ്ന ദർശനം ഉണ്ടാകുന്നത്. ഇന്നയാളെ പോയി കാണണം. 2 പേരും പിറ്റേന്ന് തന്നെ സാമുദ്രിപാദങ്ങൾ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്ത ആ ആളെ കാശിയിൽ കാണാൻ ചെല്ലുമ്പോ ഇവർ കാണുവാനായി ചെല്ലുന്നയാൾക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഫിക്സ്ഡ് ആണ്. ആ രീതിയിൽ അദ്ദേഹത്തിനും മഹാഗുരുവിന്റെ സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. 2 പേർ നാളെ നിന്നെ ഈ സമയത്ത് കാണാൻ വരും. സ്വപ്നത്തിൽ കണ്ട ആളുകള് ദാ മുന്നിൽ നിൽക്കുന്നു. മഹന്ത് അത്ഭുതത്തോടുകൂടി 2 പേരെയും സ്വീകരിക്കുന്നു. ജാതിപരമായ ഒരു പരിഗണനയുമില്ലാതെ 2 പേർക്കും അഡ്മിഷൻ കൊടുക്കുന്നു. അങ്ങനെയാണ് കാശി വിശ്വസംസ്കാര യൂണിവേഴ്സിറ്റിയിൽ അരുമാനൂർ നാണുവിനും കൊടുങ്ങല്ലൂർ ശങ്കരനും അഡ്മിഷൻ ലഭിക്കുന്നത്. പക്ഷെ അരുമാനൂർ നാണുവിന് പൂജാതി വൈദിക താന്ത്രിക കർമ്മങ്ങളിൽ വലിയ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹം പിന്നീട് അരുവിപ്പുറത്തേക്ക് മടങ്ങുന്നു. മഹാഗുരുവിന്റെ നികടത്തിലേക്ക് എത്തുന്നു. സാമുദ്രിപാദങ്ങൾ സന്യാസം കൊടുക്കുന്നു. നിശ്ചലദാ സ്വാമികളായി മാറുന്നു. മഹാസിദ്ധനാണ്.
സിദ്ധപുരുഷനാണ്. സാമുദ്രിപാദങ്ങൾ സ്പർശന ദീക്ഷ കൊടുത്ത രണ്ടുപേരാണ് മഹാകവി കുമാരനാശാനും അരുമാനൂർ നാണവും. മഹാകവി കുമാരനാശാന് സാമുദ്രിപാദങ്ങൾ സ്പർശന ദീക്ഷ കൊടുത്തതിൻ്റെ ആ ഒരു അനുഭൂതിയാണ് നിജാനന്ദ വിലാസം എന്ന കൃതി തന്നെ. അത് പോട്ടെ, നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലേക്ക് വരാം. ഈ അരുമാനൂർ നാണു പിന്നീട് മഹാഗുരുവിന്റെ ശിഷ്യസമേതനായി അരുവിപ്പുറത്തുണ്ട്. അരുമാനൂർ നാണുവും പലപ്പോഴും കോലത്തുകാരിൽ വന്നിട്ടുണ്ട്. ഈ മണ്ണിൽ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ആളുമാണ്. ഒരുപാട് അത്ഭുതങ്ങളും സിദ്ധികളും ഈ മണ്ണിൽ അരുമാനൂർ നാണുവും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിശ്ചലതാ സ്വാമി മഹാഗുരുവിന്റെ ശിഷ്യ പരമ്പരയിൽ സാമുദ്രിപാദങ്ങൾ നേരിട്ട് സന്യാസം കൊടുത്തവരിൽ ആദ്യം മഹാസമാധി പ്രാപിച്ചത് അരുമാനൂർ നാണു അഥവാ നിശ്ചലതാ സ്വാമിയാണ്. 1910 ജൂലൈ 15 നോക്കൂ. ഏറ്റവും അവസാനം സമാധി പ്രാപിച്ചത് 1987 അവസാനത്തെ സന്നദ്ധ ശിഷ്യൻ ആനന്ദതീർത്ഥ സ്വാമികളുമാണ്. ആദ്യം സമാധിയായത് നിശ്ചലതാ സ്വാമിയും. ആ നിശ്ചലതാ സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന അന്ന് കാശിയിലേക്ക് പോയ ആളാണ് ശങ്കരൻ. ഈ ശങ്കരൻ ഒരു അന്യരാജ്യക്കാരനായതുകൊണ്ട് അവിടെയുള്ള ആളുകൾ പരദേശി എന്ന് വിളിച്ചിരുന്നു. പരദേശി. അങ്ങനെയാണ് ശങ്കരൻ പരദേശി എന്ന പേരുണ്ടായത്. പിന്നീട് ശ്രീനാരായണ പരമസദ്ഗുരു അദ്ദേഹത്തിന് സന്യാസം കൊടുത്തപ്പോൾ ശങ്കരാനന്ദ സ്വാമികൾ എന്ന പേരാണ് കൊടുത്തത്. എങ്കിലും ചരിത്ര പുസ്തകത്തിൽ ഒന്നും തന്നെ ആ പേര് പരാമർശമല്ല. ശങ്കരൻ പരദേശി സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീനാരായണ കുലത്തിന്റെ ആദ്യത്തെ വൈദികനും പൂജാരിയുമാണ് ശങ്കരൻ പരദേശി സ്വാമികൾ. അദ്ദേഹത്തിന് 17 വർഷം 1889 അല്ലെങ്കിൽ 88 അവസാനം 89 ആദ്യം, അന്ന് മുതൽ ഏതാണ്ട് 17 വർഷങ്ങൾ കാശിയിൽ പഠിക്കുന്നു. പിന്നീട് 1905-6 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് മഹാഗുരുവിന്റെ സ്വപ്ന ദർശനമുണ്ടായി. നീ ശിവഗിരിയിലേക്ക് വരിക. അപ്പോഴേക്ക് സാമുദ്രിപാദങ്ങൾ അരുവിപ്പുറം വിട്ട് ശിവഗിരി മഠം സ്ഥാപിച്ചിരുന്നു. ശിവഗിരിയിലേക്ക് സാമുദ്രിപാദങ്ങൾ വരുവാൻ സ്വപ്നത്തിൽ ഗുരുവിന്റെ കൽപ്പനയുണ്ടായി. അദ്ദേഹം ശിവഗിരി മഠത്തിലേക്ക് മടങ്ങുന്നു. അന്ന് വന്ന് മഹാഗുരുവിന് ഗുരുദക്ഷിണയായി അദ്ദേഹം നിർമ്മിച്ച് നൽകിയതാണ് നാം ഇപ്പോൾ ശിവഗിരിയിൽ കാണുന്ന വൈദിക മഠം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പറയുന്നതാണ്, ഒരു വ്യക്തി സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി നിർമ്മിച്ചത് ശിവഗിരിയിലെ മഹാസമാധി മന്ദിരമെന്ന് നമ്മൾ പറയാറുണ്ട്. MB മൂത്തേടത്ത്, മാക്കോദ പാറൻ മൂത്തേടത്ത്. അത് മാത്രമല്ല, ശങ്കരൻ പരദേശി സ്വാമികൾ 17 വർഷങ്ങൾ കാശിയിൽ പഠിക്കുമ്പോ ആ കാശിയിലെ 17 വർഷത്തെ അഭ്യസന കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഗുരുദക്ഷിണ, അദ്ദേഹം നടത്തിയിട്ടുള്ള പൂജകൾക്ക് ലഭിച്ചിട്ടുള്ള ദക്ഷിണയെല്ലാം സ്വരുക്കൂട്ടി വെച്ചിരുന്ന വലിയ തുക കൊണ്ട് 1906 സ്വന്തം കയ്യിലെ പണം മുടക്കി ഒരാളോട് പോലും 1 രൂപ സംഭാവന വാങ്ങാതെ ശങ്കരൻ പരദേശി സ്വാമികൾ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി നിർമ്മിച്ചതാണ് ഇപ്പോ നിങ്ങൾ ശിവഗിരിയിൽ കാണുന്ന വൈദിക മഠം. ആ വൈദിക മഠത്തിലാണ് ശിവഗിരിയിൽ സാമുദ്രിപാദങ്ങൾ ദത്തെടുത്തിരുന്ന ഈ കുളത്തൂരുകാരായിട്ടുള്ള ദിവാകരൻ സാറും കുളത്തൂരുകാരായിട്ടുള്ള ഭാർഗവൻ വൈദ്യനടക്കമുള്ള കുട്ടികളെ അന്ന് പഠിപ്പിച്ചിരുന്ന വൈദിക വൃത്തി. ഇവരൊക്കെ ചെല്ലുന്നത് 1912 അതിന് 6 കൊല്ലം മുമ്പാണ് അരുവിപ്പുറ ശിവഗിരി മഠത്തിൽ വൈദിക മഠം സ്ഥാപിക്കുന്നത്. രസകരമാണ് ചരിത്രമൊക്കെ. ആ വൈദിക മഠത്തിന്റെ ഉള്ളിൽ കുട്ടികളെ ശങ്കരൻ പരദേശി സ്വാമികൾ പൂജാവിധികൾ പഠിപ്പിക്കുമ്പോൾ സാമുദ്രിപാദങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പറയും, അതങ്ങനെ വേണ്ട, ഇങ്ങനെ മതി. ഗുരു എഡിറ്റ് ചെയ്യും, പരിഷ്കരിക്കും. ചില പൂജാവിധികൾ പഠിപ്പിക്കുമ്പോൾ ഗുരു പറയും, അത് നമുക്ക് വേണ്ട, അത് ബ്രാഹ്മണർക്ക് മതി, നമുക്ക് വേണ്ട. ഗുരു തള്ളിക്കളയും. ആ രീതിയിൽ സാമുദ്രിപാദങ്ങൾ ഇരുന്ന് പരിഷ്കരിച്ചതാണ് ഇന്ന് ശ്രീനാരായണ സമൂഹം അനുവർത്തിക്കുന്ന വിവാഹ വിധികള്, അതുപോലെ തന്നെ മൃതാ വിധികള് എല്ലാം. അതൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി മറിഞ്ഞു പോയി, പോട്ടെ, നമ്മുടെ വിഷയവുമല്ല. ആ രീതിയിൽ ഗുരു പരിഷ്കരിച്ച പൂജാവിധികളാണ് പിന്നീട് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ കഥയിലെ കഥാപാത്രമായ ഈ ശങ്കരൻ പരദേശി സ്വാമികൾ അല്ലെങ്കിൽ ശങ്കരാനന്ദ സ്വാമികൾ സാമുദ്രിപാദങ്ങൾ കാശിയിലേക്ക് അയച്ച് പഠിപ്പിച്ച് താന്ത്രിക വിധികൾ ഔദ്യോഗികമായി, ആധികാരികമായി, ശാസ്ത്രീയമായി അരുവിപ്പുറം മഠത്തിന്റെ ചെലവിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അഭ്യസിപ്പിച്ച ഈ ശങ്കരൻ പരദേശി സ്വാമികൾ ഈ കോലത്തുകാരുടെ മണ്ണിൽ സാമുദ്രിപാദങ്ങളെ കാണുവാൻ വരുമ്പോ, സാമുദ്രിപാദങ്ങൾ വിശ്രമിക്കുന്ന ഭവനം ഈ മണ്ണിന്റെ, ഈ ക്ഷേത്രത്തിന്റെ അപ്പുറത്തുള്ള ഈ ഞാൻ നേരത്തെ പരാമർശിച്ച സർപ്പക്കാവ് മറികടന്നാണ് പോകേണ്ടത്.
അതുവഴി കടന്നു വരുമ്പോൾ ഒരു ചെറിയ പാമ്പിന്റെ ഒരു സർപ്പത്തിന്റെ ദംശനമേറ്റ് ചെറിയൊരു ഡോട്ട് പോലെ സർപ്പത്തിന്റെ 2 പല്ലിന്റെ ആ ഒരു ചെറിയ സ്റ്റിക്കിംഗ് പോലെയുള്ള അതിലൂടെ രക്തം പൊടിയുമ്പോ ആ രക്തത്തുള്ളികൾ വമിക്കുമ്പോ അത് പതിയെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോ പതുക്കെ നടന്ന് അവിടേക്ക് ചെല്ലുമ്പോ മഹാഗുരു നിദ്രയിലാണ്. കോലത്തുകരയുടെ മണ്ണിന്റെ അത്ഭുതമാണത് കേട്ടോ. കോലത്തുകരയുടെ മണ്ണിന്റെ അത്ഭുതം. ആ മണ്ണിലൂടെ നടന്ന് മഹാഗുരുവിന്റെ നികടത്തിലെത്തി സാമുദ്രിപാദങ്ങളെ വീശിക്കൊടുത്തുകൊണ്ട് മഹാഗുരുവിന്റെ സമീപത്തിരിക്കുന്നു. നോക്കൂ, സർപ്പദംശനമേറ്റിട്ടാണ് ഗുരുവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. എങ്കിലും എന്റെ ഗുരുവിന്റെ സ്വച്ഛന്തമായ നിദ്രയ്ക്ക് ഒരു ഭംഗം വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹാഗുരുവിന്റെ ശിരസ് മടിയിൽ വെച്ചുകൊണ്ട് സാമുദ്രിപാദങ്ങളെ വീശിക്കൊടുത്തുകൊണ്ട് ശങ്കരൻ പരദേശി സ്വാമികൾ ഈ കോലത്തുകരുടെ മണ്ണിൽ അവിടെ ഇരിക്കുമ്പോ അദ്ദേഹം മുറിവിലേക്ക് നോക്കുമ്പോ ആദ്യം ചുമല നിറത്തിൽ പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്തിരുന്ന ആ ഡ്രോപ്പ്, ആ രക്തത്തുള്ളികൾ പിന്നെ നീല നിറമാകുന്നു, കരിയോയിൽ പോലെ കറുത്തേക്ക് വരുന്നതായി ചില കഥകളിൽ നമുക്ക് കാണാം. ശരീരമാസകലം വിഷം വ്യാപിക്കുന്നു. അദ്ദേഹത്തിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ എന്റെ ഗുരുവിന്റെ തിരുശരീരത്തിന്റെ അടുത്തുണ്ട്. മരിക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് മരിക്കട്ടെ, എന്നെ എന്റെ ഗുരു കാത്തുകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ശങ്കരൻ സ്വാമി ഈ കോലത്തുകളുടെ മണ്ണിൽ പിറ്റേന്ന് പുലർച്ചെ എന്ന് പറഞ്ഞാൽ ശങ്കരൻ പരദേശി സ്വാമികളുടെ കാലുകളിൽ സർപ്പത്തിന്റെ ദംശനമേറ്റിട്ട് ഏതാണ്ട് 8 മണിക്കൂറിന് ശേഷം സാമുദ്രിപാദങ്ങൾ ഉണർന്നു വരുമ്പോ ഒന്നും സംഭവിക്കുന്നതേയില്ല. ആ മുറിവ് ഏതാണ്ട് മുറി കൂടി ഇങ്ങനെ നമുക്കൊരു ചെറിയ മുറിവുണ്ടായി പതുക്കെ പ്ലേറ്റ്ലെറ്റുകൾ വൈറ്റമിൻ കെ ഒക്കെ വന്ന് അതിങ്ങനെ കൂടുന്നത് പോലെ കൂടി അദ്ദേഹത്തിന്റെ കാലിലൂടെ ഈ രക്തം ഇങ്ങനെ ഒഴുകിയ ചാലിൽ ബ്ലാക്ക് നിറമാണ്. ഒന്നും സംഭവിക്കുന്നതേയില്ല. തൃപ്പാദങ്ങൾ പതുക്കെ എഴുന്നേറ്റ് ശങ്കരൻ പരദേശി സ്വാമി നോക്കിയിട്ട് ചോദിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചല്ലേ എന്ന്. അതും സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ ഈ കോലത്തുകരയുടെ മണ്ണിൽ വെച്ചാണ്. അപ്പൊ ഗുരുവും കോലത്തുകരയുമായുള്ള ബന്ധം എണ്ണി 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 നമ്മൾ എങ്ങനെ നോക്കിയാലും വളരെ നമുക്ക് കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ഇഴവിരിച്ചെടുക്കാനാവാത്ത വിധം കുമാരനാശാനുമായും കോലത്തുകരയുമായും മഹാഗുരുവുമായുള്ള ബന്ധം അതങ്ങനെ. ഈ മണ്ണിൽ നിന്നും ഭാർഗവൻ വൈദ്യര് അല്ലെങ്കിൽ ദിവാകരൻ സാറ് ഇവരെയൊക്കെ സാമുദ്രിപാദങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഭാർഗവൻ വൈദ്യരുടെ ഒരു പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരുദേവ സ്മരണകൾ. ഒരു തവണ മഹാഗുരുവിനെ നമസ്കരിച്ച് വലം വെച്ച് പോയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമസ്കരിക്കുമ്പോ സാമുദ്രിപാദങ്ങൾ നീ മുന്നേ പ്രസാദം വാങ്ങിയല്ലോ എന്ന് ചോദിക്കുമ്പോ ഭാർഗവൻ വൈദ്യർ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുമ്പോ അവനെ ഇങ്ങ് പിടിക്കെന്ന് പറയുമ്പോ നമ്മളുടെ സംഗീത സ്വാമികൾ സുഗുണാനന്ദഗിരിസ്വാമി മറ്റൊരു കുട്ടിയെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഇവനെയല്ല അവൻ എന്ന് പറഞ്ഞുകൊണ്ട് സാമുദ്രിപാദങ്ങൾ കൃത്യമായി പറയുമ്പോൾ മഹാഗുരു ഈ മണ്ണിൽ തിരഞ്ഞെടുക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ദിവാകരൻ സാറിന്റെ മകളോട് സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കുകയായിരുന്നു, ഈ കോലത്തുകരയിലേക്ക് വരണമല്ലോ, ഇന്ന് കോലത്തുകരയിലാണല്ലോ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയിൽ കോലത്തുകരയുടെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ദിവാകരൻ സാറിന്റെ ഒരു അനുഭവം. സാമുദ്രിപാദങ്ങള് ശിവഗിരിയിലെ ഗസ്റ്റ് ഹൗസ്, അവിടെ മഠത്തിന് പുറത്തുള്ള അവിടെ സാമുദ്രിപാദങ്ങൾ വിശ്രമിക്കുമ്പോൾ ആ SNDP യോഗവും ശിവഗിരി മഠവുമായി നടക്കുന്ന തർക്ക വിതർക്കങ്ങളുടെ ഒരു കാലമാണ്. ആ സമയത്ത് നോക്കൂ, അന്നത്തെ CEO മാധവനും CV കുഞ്ഞിരാമൻ അടക്കമുള്ള അന്നത്തെ SNDP ശിവകുഞ്ഞിരാമൻ മഹാഗുരുവിനെ കാണുവാൻ റൂമിലേക്ക് കയറി വരുന്നില്ല. അന്നത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കുമാരൻ ജഡ്ജൊക്കെ സാമുദ്രിപാദങ്ങളെ കാണുവാൻ വന്നിട്ട് നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കി പിരിയരുത്, യോജിപ്പായി കഴിയണമെന്ന് പറയുമ്പോൾ സാമുദ്രിപാദങ്ങളെ ഏതൊക്കെ തരത്തിൽ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും തൃപ്പാദങ്ങൾ അതിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടുകൊണ്ട് അവർ എണീറ്റ് പോകുമ്പോൾ അവർ പുറത്തേക്ക് പോകുമ്പോൾ മഹാഗുരുവിന്റെ സമീപത്തിരുന്ന ഒരു വിളക്ക് താഴെ വീണുടയുന്നത് ദിവാകരൻ സാറ് പറയുന്നുണ്ട്. അതൊക്കെ PK ബാലകൃഷ്ണൻ സാർ രേഖപ്പെടുത്തുമ്പോൾ നോക്കൂ, സാമുദ്രിപാദങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ യോജിപ്പായി കഴിയണം, പരസ്പരം വഴക്കുണ്ടാക്കി പിരിയരുത്. പിന്നീട് SNDP യോഗം സാമുദ്രിപാദങ്ങളുടെ ചികിത്സാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നും ചികിത്സയിൽ നിന്നും പിന്മാറുമ്പോൾ അവർ ഇട്ടിട്ട് പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും ഈ കുളത്തൂരിൽ നിന്നും വരുന്ന ദിവാകരൻ സാറിനോട് സാമുദ്രിപാദങ്ങൾ ചോദിക്കുമ്പോൾ നോക്കൂ, ഗുരുവിന്റെ സമാധിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ചില കാര്യങ്ങളിൽ പോലും
കുളത്തൂരിൽ നിന്നുമുള്ള ഒരാളെ കൊണ്ട് ഈ ചരിത്രം പിന്നീട് പുസ്തകങ്ങളിൽ പ്രിന്റ് ചെയ്യത്തക്ക രീതിയിൽ അത് പറയിച്ചു വെക്കുവാൻ മഹാഗുരു കഥാപാത്രമായി തിരഞ്ഞെടുത്തു എന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ മഹാഗുരുവിന്റെ മഹാഗുരു സാമതൃപാദങ്ങളായി തപസ്സനുഷ്ഠിക്കുവാൻ മുക്തപുരുഷനിലേക്ക് പോകുന്ന തപസ്സിന് മുമ്പ് ചെമ്പഴന്തി നാണുവാസാന്റെ കാലം മുതൽ മഹാസമാധിക്ക് ദിവസങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തിൽ പോലും കോലത്തുകരയിലെ ഒരു വ്യക്തി കഥാപാത്രമായി കടന്നു വരുന്നു. അപ്പൊ ഗുരുവും കോലത്തുകരയുമായുള്ള ബന്ധം, സാമുദ്രപാദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഭദ്രകാളിയെ പിഴുതു മാറ്റണമെന്ന് ആദ്യം തീരുമാനിക്കുന്നത് ഇവിടെ നിന്നും കുറച്ച് ഈഴവ പ്രമാണിമാർ സാമുദ്രപാദങ്ങളെ അരുവിപ്പുറത്ത് പോയി കാണുമ്പോഴല്ല. സാമുദ്രപാദങ്ങൾ നോക്കൂ, ചെമ്പഴന്തിയിൽ നാണുവാശാനായിരിക്കുന്ന കാലത്ത് മഹാഗുരു ഇവിടെ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ഗുരുവിന്റെ സുഹൃത്തായുള്ള ഒരു തമിഴിന്റെ പുസ്തകശാലയിൽ പുസ്തകങ്ങൾ വായിക്കാൻ വരുന്ന സമയത്ത് സാമുദ്രപാദങ്ങൾ എപ്പോഴോ ഒരു സമയത്ത് ഈ കോലത്തുകരുടെ മണ്ണിൽ വന്നിരുന്നിരിക്കണം. പിന്നീട് സാമുദ്രപാദങ്ങൾ ഒരു പുഷ്പം പറിക്കുന്ന ലാഘവത്തിൽ പറിച്ചെടുത്ത് പുറത്തു കൊണ്ടുവച്ച ഏതാണ്ട് ഒരു 6.5 അടി ഉയരമുണ്ടായിരുന്ന ഘോരരൂപിണിയായ ആ ദാരുശില്പത്തിലെ ആ ദേവിയെ, രുദ്രയെ, ഭദ്രകാളിയെ, ഘോരരൂപിണിയെ ഇവിടുത്തെ ജനങ്ങൾ അന്ന് തമോ പൂജ രീതിയിൽ, അധമ പൂജ രീതിയിൽ പൂജിക്കുന്നത് സാമുദ്രപാദങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് സാമുദ്രപാദങ്ങളുടേതായി ഒരു ഓർത്തെടുക്കൽ ഗുരു പറയുന്ന അനുഭവം പിന്നീട് ഗുരുവിന്റെ സതീർത്ഥനായ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരുടെയൊക്കെ ചില പരാമർശത്തിൽ കടന്നു വരുന്നുണ്ട്. അത് ഇവിടുത്തെ പ്രസിഡന്റ് എഴുതിയ ലേഖനത്തിലും അതൊരിക്കൽ കൂടി ആവർത്തിക്കുന്നുണ്ട്. സാമുദ്രപാദങ്ങൾ അന്ന് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഒരു കന്യകയെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് ശുഭ്ര വസ്ത്രം ധരിപ്പിച്ച് അവളുടെ കയ്യിലോട്ട് ഒരു തെങ്ങിൻ പൂക്കില കൊടുത്ത് അവൾ പ്രത്യേകമായ ഒരു ഉന്മാദ അവസ്ഥയിൽ തുള്ളി ആർത്ത് അവൾ തുള്ളി തിമിർക്കുമ്പോൾ അവളുടെ കൺമുൻപിൽ വെച്ച് ഈ ക്ഷേത്രത്തിന്റെ ഭദ്രകാളിയുടെ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ച് ഒരു കോഴിയുടെ ശിരസ്സറുത്ത് അപ്പോൾ ഉതിർന്നു വീഴുന്ന ചുടുരക്തം ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ ദാരുശില്പത്തിൽ ആ നിണം അഭിഷേകം ചെയ്യിക്കുമ്പോൾ നോക്കൂ, ആ തമോ പൂജയുടെ അധമ നെഗറ്റീവ് സംസ്കാരം ഈ മണ്ണിൽ വ്യാപരിക്കുമ്പോൾ അന്നേ സാമുദ്രപാദങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം, ഇവിടെ ഇതെല്ലാം പറിച്ചെറിയേണ്ടതുണ്ട്, ഇവിടെ ഒരു പുതിയ നവോത്ഥാനത്തിന്റെ തിരുനാളം കൊളുത്തേണ്ടതുണ്ട്. അന്നേ സാമുദ്രപാദങ്ങൾ അവതാര കൃത്യനിർവഹണത്തിൽ വൈശിഷ്ടമാർന്ന കർമ്മഗതികൾ തീരുമാനിച്ചിരുന്ന പുണ്യഭൂമി ആയിരുന്നിരിക്കണം കോലത്തുകര. അതുകൊണ്ടാണ് പിന്നീട് 1893 മാർച്ച് 27 സാമുദ്രപാദങ്ങൾ ഏതാണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി ഒരു ചാരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ പ്രവർത്തകരോട് സ്വാമി മുഹൂർത്തത്തിന് സമയമായി എന്ന് പറഞ്ഞവരോട് അവളെ അങ്ങ് പിഴുതു മാറ്റിയേക്കാൻ പറഞ്ഞത്. സ്വാമി ഭയമാകുന്നു സ്വാമി എന്ന് പറഞ്ഞപ്പോ നാം ഉണ്ടല്ലോ പിഴുതു മാറ്റിക്കോളൂ എന്ന് പറഞ്ഞത്. പല ചരിത്രകാരന്മാരും അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയും. ഞാൻ ഒരുപാട് ഇതിനെ സംബന്ധിച്ച് നോക്കിയിട്ടുള്ള ഒരാളാണ്. 12 പേരാണെന്നും 8 പേരാണെന്നും ഒക്കെ പല രീതിയിൽ ആളുകൾ പറയുമ്പോൾ അതിന്റെ ചരിത്രത്തിലെ എണ്ണങ്ങളും മറ്റും അവിടെ നിൽക്കട്ടെ, സംഭവമാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അത്രയും പേർ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നിസ്സംഗഭാവത്തിൽ സാമുദ്രപാദങ്ങൾ ഈ മണ്ണിലിരിക്കുമ്പോൾ സ്വാമി അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഗുരു തീരുമാനിച്ചിരുന്നതാവണം ഈ ദിനം. ഇന്നിപ്പോ സ്വാതന്ത്ര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ക്ഷേത്രം കൃത്യമായ സാമ്പത്തിക ഭദ്രതയിൽ ഈ കുലത്തിന് അന്തസ്സോടുകൂടി കയറി വരാൻ പറ്റുന്ന പ്രൗഢഗംഭീരമായ ക്ഷേത്രവിധാനമായി ഈ മണ്ണിൽ തലയെടുപ്പോടുകൂടി നിൽക്കുമ്പോൾ സ്വാമി അന്ന് തീരുമാനിച്ചിരുന്ന ഗുരുവിന്റെ ഒരു നിയതിയുടെ തീരുമാനം ഉണ്ടായിരുന്നിരിക്കണം, അവളെ പിഴുതു മാറ്റിയേക്കൂ. ഏറെ നേരം അവർ പരിശ്രമിച്ചിട്ടും ആ വിഗ്രഹം അനങ്ങാതെ വരുമ്പോ പ്രിയപ്പെട്ടവരെ നാം അതൊക്കെ സങ്കല്പിക്കുമ്പോൾ അതൊരു കാഴ്ചയാണ്. അവിടെ ഒരു തീയും പുകയും ഉണ്ടാകുമ്പോൾ, ഒരു ഹുംകാര ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ ഭയന്ന് പിന്നോട്ട് മാറുമ്പോൾ ആ ദേവിയെ പിഴുതെറിയാനാകാതെ വരുമ്പോ സാമുദ്രപാദങ്ങളോട് ഭയമാകുന്നു സ്വാമി എന്ന് പറയുമ്പോൾ സാമുദ്രപാദങ്ങൾ ഒരു ചാരുകസേരയിൽ, അന്ന് സാമുദ്രപാദങ്ങൾ കാവ്യവസ്ത്രം ധരിക്കുന്ന കാലമായിട്ടില്ല, ഒരു തൂവെള്ള മുണ്ടുടുത്ത് മറ്റൊരു തൂവെള്ള മൽമൽ മുണ്ട് പുതച്ചുകൊണ്ട് സാമുദ്രപാദങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. മഹാഗുരുവിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് സാമുദ്രപാദങ്ങൾ കുപ്പായം ധരിച്ചിട്ടുള്ളത്. 1923 മഹാഗുരു ഊട്ടി ഫേൺ ഹില്ല് നടരാജഗുരുവിന്റെ അന്ന് നടരാജഗുരുവിൻ്റെതായിട്ടില്ല, ബോധാനന്ദ സ്വാമിക്ക് അവിടെയുള്ള ഒരു സായിപ്പ് അദ്ദേഹത്തിന്റെ പത്നിയുടെ ചിത്തഭ്രമം ബോധാനന്ദ സ്വാമി മാറ്റിക്കൊടുത്തതിന്റെ നന്ദി സൂചകമായി ബോധാനന്ദ സ്വാമിക്ക് ഒരു സായിപ്പ് നൽകിയിട്ടുള്ള
ഊട്ടിയിലുള്ള ബംഗ്ലാവിൽ സാമുദ്രപാദങ്ങൾ 1-2 ദിവസം വിശ്രമത്തിനായി എത്തുമ്പോൾ ഊട്ടി എന്ന് പറയുന്ന നീലഗിരിയുടെ ആ ഉയരമുള്ള തണുത്ത ആ മണ്ണിൽ മഹാഗുരുവിന്റെ ശരീരത്തിന് തണുപ്പേൽക്കാതിരിക്കുവാൻ ബോധാനന്ദ സ്വാമിയും ശിഷ്യന്മാരും നിർബന്ധിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടി ഒരു തവണ സാമുദ്രപാദങ്ങൾ കുപ്പായം ധരിക്കുന്നുണ്ട്. ആ ഒരു ചിത്രം മാത്രമേ നമുക്ക് ചരിത്രത്തിൽ ലഭിച്ചിട്ടുമുള്ളൂ. സാമുദ്രപാദങ്ങൾ ഈ മണ്ണിൽ അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു തൂവെള്ള മുണ്ടെടുത്ത് മറ്റൊരു തൂവെള്ള മൽമൽ മുണ്ട് പുതച്ചുകൊണ്ട് ഇടത് കൈ ആ മുണ്ടിനകത്തായി പോയി ഇങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ നോക്കൂ, സ്വാമി ഭയമാകുന്നല്ലോ സ്വാമി, ആ വിഗ്രഹം പിഴുതുമാറ്റുവാൻ ആകുന്നില്ലല്ലോ സ്വാമി എന്ന് പറയുമ്പോ നാം വരാം. ഗുരുവിന്റെ ആ ഒരു കൽപ്പനയാണ്. ഭഗവാന്റെ തിരുവുള്ള മൂറി പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ആ ഒരു ശബ്ദമുണ്ട്, നാം വരാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഈ മണ്ണിൽ പിറന്ന പലരുടെയും മുത്തച്ഛന്മാരും മുത്തച്ഛിമാരുമൊക്കെ ഒരു പക്ഷേ അന്ന് കേട്ടിരിക്കുവാൻ സാധ്യതയുള്ളതാണ് ഭഗവാന്റെ ആ ശബ്ദം, നാം വരാം. നമ്മളുടെ സഹോദരനയ്യപ്പൻ പിന്നീട് സമാധി ഗാനത്തിൽ പറയുന്നത് പോലെ കൃപയും ജ്ഞാനവും ബലിതവും ചേരുന്ന മധുരപാവന മനോജ്ഞവാണിയിൽ സാമുദ്രപാദങ്ങൾ മൊഴിയുകയാണ്, നാം വരാം. സാമുദ്രപാദങ്ങൾ പതുക്കെ എഴുന്നേറ്റ്, ഞാൻ ഈ മണ്ണിൽ ജനിച്ചയാളല്ല, പലതവണ ഈ മണ്ണിൽ വന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് മാറിയിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോഴത്തെ ആ ഗുരുക്ഷേത്രം നിൽക്കുന്നതിന്റെ ഇടതുഭാഗത്തായി ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ടായിരുന്നിരിക്കണം. നമ്മുടെ ഒരു അസംഷൻ മാത്രമാണ്. സാമുദ്രപാദങ്ങൾ അന്ന് ഇരുന്നിട്ടുണ്ടാവുക. സ്വാമി ഇരുന്നിരുന്ന ആ പോയിന്റിൽ നിന്നും ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ ജനസമുദ്രം തിങ്ങി നിറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ വലത് കൈ ഈ മുണ്ടിനകത്തായിപ്പോയ മഹാഗുരു നിശ്ചന്തമായ ഭാവത്തോടു കൂടി ഭഗവാന്റെ ആ ഒരു നിർനിമേഷമായ മുഖഭാവത്തോടു കൂടി പ്രശാന്തതയില്, അല്ലെങ്കിൽ പിന്നീട് മഹാഗുരു തന്നെ പറയുന്നത് പോലെ മാനസ രാജഹംസനായ, പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റോ പ്രത്യേകിച്ച് ഒരു ആധികാരികതയോ ഒരു ഭാവങ്ങളുമില്ലാതെ ആത്മോപദേശ ശതകത്തിൽ സാമുദ്രപാദങ്ങൾ സ്വയം പറയുന്ന, നമുക്ക് ഗുരുവിനെ കൽപ്പിക്കാവുന്ന ഒരു വിശേഷമുണ്ട്. സകലമഴിഞ്ഞിതണിഞ്ഞ് കേവലത്തിൻ മഹിമയമറ്റ് മഹസ്സിലാടുന്ന ആ ഒരു മഹാഗുരു പരമശാന്തതയില് ആ ശ്രീകോവിലിന്റെ നേരെ ഒരു നടന്നു വരവുണ്ട്. നോക്കൂ പ്രിയപ്പെട്ടവർ, ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുത്തച്ഛന്മാരോ മുത്തച്ഛിമാരോ കണ്ടതായിരിക്കും ആ രംഗം. സാമുദ്രപാദങ്ങൾ എണീറ്റ് നടന്നു വരുമ്പോ പൂഴി മണ്ണിട്ടാൽ താഴാത്ത രീതിയിൽ ജനങ്ങൾ കോട്ട കെട്ടി സമുദ്രമായി നിൽക്കുന്ന ഈ മണ്ണിൽ ഭഗവാൻ ഇങ്ങനെ ഇടത് കൈയാട്ട് നടന്നു വരുമ്പോ ജനക്കൂട്ടം പണ്ട് ശ്രീകൃഷ്ണനെയും തോളിലേറ്റിക്കൊണ്ട് നന്ദഗോപർ നടന്നു വരുമ്പോ കാളന്തി നദി രണ്ടായി പിഴുതു മാറിയതുപോലെ അകന്നു മാറിയതുപോലെ സാമുദ്രപാദങ്ങൾ സാവധാനം നടന്നു വരുമ്പോ മഹാഗുരുവിന് വഴി കാട്ടിക്കൊടുത്തുകൊണ്ട് സാമുദ്രപാദങ്ങൾക്ക് വഴി ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പൂർവ്വതലമുറയിൽപ്പെട്ട ഈ മണ്ണിൽ തിങ്ങി നിറഞ്ഞു നിന്ന ആ ജനത 2 സൈഡിലേക്കും വഴി മാറിക്കൊടുക്കുന്നു. അതിലൂടെ ഭഗവാൻ സാവധാനം നടന്ന് ഈ ശ്രീകോവിലിന്റെ നേരെ വരുമ്പോ നോക്കൂ, ജനക്കൂട്ടം സാവധാനം പഴയതുപോലാകുന്നു. മഹാഗുരുവിന് വേണ്ടി അകന്നു കൊടുത്ത ആ ജനസമുദ്രം സാമുദ്രപാദങ്ങൾ മന്ദം നടന്നു പോയി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ അടുത്തു കഴിയുമ്പോൾ സാമുദ്രപാദങ്ങൾ സാവധാനം ശ്രീകോവിലിന്റെ മുൻപിലെത്തി. അപ്പോഴും ആ വലതു കൈ ആ മുണ്ടിനകത്ത് തന്നെയാണ്. ഇടത് കൈ കൊണ്ട് തൃപ്പാദങ്ങൾ എല്ലാവരെയും ഇവിടെ വരെ മതി എന്ന് ആംഗ്യം കാണിച്ച് അവിടെ നിർത്തിയിട്ട് ആ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറുന്ന രംഗം ഈ കോലത്തുകരയിൽ എപ്പോ വരുമ്പോഴും ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അതൊന്ന് സങ്കല്പിക്കേണ്ടതുണ്ട്, ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആ ചരിത്രമൊക്കെ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്, സാമുദ്രപാദങ്ങൾ അകത്തോട്ട് കയറി വരുമ്പോ ആ ദാരുശില്പത്തിന്റെ ഘോരരൂപിണിയായ ആ ഭദ്രയുടെ നോക്കൂ, ആ ഭദ്രകാളിയുടെ വിഗ്രഹത്തിന്റെ താഴെയായി ഒരു ചെമ്പരത്തി ഇതിൽ കിടന്നിരുന്നു എന്നാണ്. സാമുദ്രപാദങ്ങൾ ഇടത് കൈകൊണ്ട് 4 വിരലുകൾ ചേർത്ത് ആ ചെമ്പരത്തി ഇതിൽ ചേർത്ത്, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് പറയാനോ വ്യാഖ്യാനിക്കാനോ നമുക്ക് ആർക്കും സാധിക്കുന്നതല്ല. അതിനപ്പുറത്താണ് ഗുരുവിന്റെ അവതാര മഹിമ. ഇടത് കൈകൊണ്ട് 4 അങ്കുലങ്ങൾ ചേർത്ത് നോക്കൂ, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്
എത്രയോ ബലിഷ്ഠ ഗായകന്മാരായ ആളുകൾ ഏറെ നേരം പരിശ്രമിച്ചിട്ടും ഒരു മുടിനാരിഴയുടെ കനത്തിൽ പോലും അനക്കുവാൻ സാധിക്കാതിരുന്ന കോലത്തുകരയിലെ ആ വിഗ്രഹം സാമുദ്രപാദങ്ങൾ പൂവിറുക്കുന്ന ലാഘവത്തിൽ പറിച്ചെടുക്കുമ്പോൾ അവിടെ വലിയ തീയും പുകയും ഉണ്ടായി. വല്ലാത്തൊരു ഹുംകാര ശബ്ദത്തിൽ ആളുകൾ ഭയചകിതരായി പിന്നോട്ട് മാറുമ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ ശാന്തതയില്, വളരെ മന്ദഹാസത്തില് ഏതാണ്ട് മഹാഗുരുവിന്റെ തോളിനൊപ്പം ഉയരമുണ്ടായിരുന്ന ആ വലിയ വിഗ്രഹത്തെ തൂക്കിക്കെടുത്ത് ഒരു പാവക്കുഞ്ഞിനെ എന്ന വണ്ണം സാമുദ്രപാദങ്ങൾ പുറത്തു കൊണ്ട് വെക്കുമ്പോൾ ഇവളെ വടക്ക് പടിഞ്ഞാറെ മൂലക്കായി സ്ഥാപിച്ചേക്കും സങ്കല്പിച്ചിട്ട് മഹാഗുരുവിന്റെ 1000 കോടി അനന്തന്റെ ഊർജമാകുന്ന തപശക്തിയുടെ മാസ്മരിക ശക്തിയിൽ ആ ഭദ്രകയെ അടക്കിയിട്ട് അമർത്തിയിട്ട് അവരുടെ പൈശാചികമായ ചൈതന്യത്തെ മഹാഗുരു അമർത്തിയില്ലാതെയാക്കിയിട്ട് ഇവൾക്ക് മുൻപിൽ നിലവിളക്ക് കൊളുത്തരുത്, കർപ്പൂരം ഒഴുകരുത്, ആരതി പാടില്ല, ഇവളെ തൊഴരുത്, സാമ്പ്രാണിത്തിരി പോലും കത്തിക്കരുത്. ആ ഒരു വാക്കുകൂടി ഗുരു പറഞ്ഞു വന്നാണ് അരുവിപ്പുറം മുതൽ ഓംകാരേശ്വരം വരെ എന്ന പുസ്തകത്തിൽ E.K. ബാലകൃഷ്ണൻ സാർ രേഖപ്പെടുത്തുന്നത്. സാമ്പ്രാണിത്തിരി അങ്ങനെ ഗുരു പറഞ്ഞു വന്ന. ഞാൻ ആ പുസ്തകം കൂടി പറയുന്നത് ഇതൊക്കെ വെറുതെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇതിനെല്ലാത്തിനും അതിൻ്റെതായ ബുക്ക്, ഹിസ്റ്റോറിക്കൽ ബാക്കപ്പ് ഉണ്ട്. നോക്കൂ, സാമുദ്രപാദങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടായിരിക്കണം പിന്നീട് സ്ത്രീജനങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മുൻപിൽ വന്ന് ആ ദേവിയെ ഉപാസിക്കാതിരിക്കുവാൻ സ്ത്രീജനങ്ങൾക്ക് അകത്ത് കയറിയുള്ള ഒരു ആരാധനയുടെ സ്വാതന്ത്ര്യം സാമുദ്രപാദങ്ങളുടെ സമ്മതത്തോടുകൂടി വിലക്കപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോ നോക്കൂ, മഹാഗുരുവിന്റെ ഒരു വലിയ അവതാര മഹിമ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമുദ്രപാദങ്ങളുടെ സങ്കല്പ ക്ഷേത്ര വിധാനത്തെ നാം ഏത് രീതിയിൽ പരാമർശിച്ചാലും അതിൻ്റെ ആദ്യ 10 ക്ഷേത്രങ്ങൾ നമ്മൾ പരാമർശിച്ചാൽ അതിലൊന്ന് കോലത്തുകര തന്നെയാണ്. മഹാഗുരുവിൻ്റെ ഒരു വലിയ ഈശ്വരീഭാവം നോക്കൂ. ഇവിടെയുള്ള ജടാധര സ്വാമിയുടെ സമാധിയിലോ ജടാധര സ്വാമിയുടെ സമാധിയുടെ പുറത്ത് പ്രതിഷ്ഠാപിതമായിരിക്കുന്ന ഗണപതി ക്ഷേത്രത്തിലോ ജടാധര സ്വാമി തന്നെ ഒരിക്കൽ സാമുദ്രപാദങ്ങൾ ഇപ്പോൾ നമ്മൾ പരാമർശിച്ച ഇലങ്കത്തിൽ താമസിക്കുമ്പോൾ പുലർച്ചെ 2 മണിയോടുകൂടി സാമുദ്രപാദങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി നടന്നു പോകുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. ജടാധര സ്വാമികൾ സ്വാമി എവിടെ പോകുന്നറിയാൻ വേണ്ടി പിന്നാലെ പോകുന്നൊരു ചരിത്രം കൂടിയുണ്ട്. ഇന്നത്തെ നോക്കൂ, വേളി കടപ്പുറത്തിന് സമീപത്തായിട്ടുള്ള ഒരു പർവ്വത കൂട്ടത്തിൻ്റെ താഴെയുള്ള ഒരു ഗുഹയിലേക്ക് സാമുദ്രപാദങ്ങൾ കയറിപ്പോയതായും ജടാധര സ്വാമികൾ അതിൻ്റെ പിന്നാലെ നടന്നു പോകുമ്പോൾ ഒരു നീല വെളിച്ചം അവിടെയെല്ലാം പറഞ്ഞതായും ആയിരക്കണക്കിന് ചിത്രശലഭങ്ങൾ നേർക്ക് നേരെ പാഞ്ഞു വരുന്നതായും അദ്ദേഹത്തെ ആ ചിത്രശലഭങ്ങൾ തള്ളി പുറത്തിറക്കുന്നതായും ഒക്കെ അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അത് പിന്നീട് കുമാരനാശാനോട് ജടാധര സ്വാമികൾ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. G. പ്രിയദർശൻ സാർ അത് പറയുന്നുമുണ്ട്. ഞാൻ നിങ്ങൾ പറയാൻ വന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഹാകവി കുമാരനാശാൻ കൊല്ലത്ത് മത്സരിക്കുന്നു. അന്ന് ഡോക്ടർ പൽപ്പവും അന്ന് നിയമ വിദ്യാർത്ഥിയായിരുന്ന C. കേശവനും സഹോദരനയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് മഹാകവി കുമാരനാശാന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങി കേട്ടോ. എന്നിട്ടും കുമാരനാശാൻ തോറ്റുപോയി, ജയിച്ചില്ല. അന്ന് കുമാരനാശാൻ പറഞ്ഞ്, ശ്രീനാരായണ പരമസദ്ഗുരു കഴിഞ്ഞാൽ ഈ കുലത്തിൽ ഏറ്റവും ശക്തനായ ആള് ഞാനാണ്. എന്നിട്ട് പോലും എനിക്ക് ഒരു ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ മത്സരിച്ചത്. അതുകൊണ്ട് അസംബ്ലിയിൽ സംവരണം ആവശ്യമുണ്ട്. അപ്പോ കുമാരനാശാനുമായി ബന്ധപ്പെട്ട ഇലക്ഷന്റെ വർക്കുകളും വലിയ രീതിയിലുള്ള വോട്ടുപിടുത്തങ്ങളും നടക്കുന്ന സമയത്ത് സാമുദ്രപാദങ്ങളോട് ശിവഗിരി മഠത്തിൽ വെച്ച് ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വാമി കുമാരു ഇലക്ഷന് മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പൊ സാമുദ്രപാദങ്ങളെ വിവരം അറിഞ്ഞ് ഇലക്ഷനെ കുറിച്ച് എന്താ സ്വാമിക്ക് പറയാനുള്ളത്? അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ സൗര്യമായി ജീവിക്കാൻ സമ്മതിക്കാത്തൊരു ഏർപ്പാടാണ് തിരഞ്ഞെടുപ്പ്. അത് മഹാഗുരു അന്ന് പറഞ്ഞൊരു കമൻ്റാണ്. നോക്കൂ, ഞാൻ പെട്ടെന്ന് അത് T. ഭാസ്കരൻ സാറ് ശ്രീനാരായണ ഗുരു വൈഖരിയിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഒരു 9-10 കൂടി അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിരുന്നതും. എൻ്റെ വിഷയം തന്നെ കുളത്തൂരും മഹാഗുരുവും കുമാരനാശാനുമായി ബന്ധപ്പെട്ടത് എന്നായിരുന്നു. സാമുദ്രപാദങ്ങൾ, കോലത്തുകര തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ആധികാരികമായിട്ട് വരുമ്പോൾ തന്നെ ഏതാണ്ട് 1 മണിക്കൂറാകും. ഗുരുവും കുമാരനാശാനും കോലത്തുകരയുമായുള്ള സമസ്യാപൂർണ്ണം മാത്രമേ സമയക്കുറവ് മൂലം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരാമർശിക്കുവാൻ സാധിച്ചുള്ളൂ.
അതല്ലാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി കുമാരനാശനുമായി ബന്ധപ്പെട്ടത് കടന്നു വരുന്നുണ്ടായിരുന്നു. ഏതാണ്ടൊരു 1.25 മണിക്കൂർ സമയമെന്ന് പറയുന്നത് എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് പരാമർശിക്കുവാനോ വളരെ വിശദമായി പറയുവാനോ സാധിക്കാത്തത് അല്ലാത്തതിനാൽ എൻ്റെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്കിലും കോലത്തുകരയും മഹാഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് അതിൻ്റെ വസ്തുതകളിലോട്ട് നിരന്തരമായി ഈ മണ്ണിൽ ജീവിക്കുന്നവർക്ക് അറിയാവുന്നതാണെങ്കിലും ഇവിടെ നിന്നും ഏതാണ്ടൊരു 200-ൽ താഴെ കിലോമീറ്റർ അകലെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തൊരു ഞാൻ ഇവിടെ വന്ന് അത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കുള്ള വലിയ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ രീതി കൂടി ഞാൻ അനുഭവിക്കുന്നു. അത് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടാമതൊരിക്കൽ കൂടി ഞാൻ പറയുകയായിരുന്നു സുധീഷേട്ടനോട്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടുപ്പിച്ച് പ്രോഗ്രാമുകളായിരുന്നു. ഈ SNDP യോഗത്തിൻ്റെ യൂണിയൻ തല വലിയ വലിയ പ്രോഗ്രാമുകളായിരുന്നു. അവിടങ്ങളിൽ നിന്നെല്ലാം ഞാൻ കാത്തിരുന്ന വേദിയാണ് കോലത്തുകര. ഭഗവാന്റെ പരിപാവനമായ ക്ഷേത്ര ശബരിമലയിലെ എണ്ണം പറഞ്ഞ ഈ ക്ഷേത്ര മണ്ണിൽ ഒരിക്കലെങ്കിലും ഈ മണ്ണിൽ വന്നു നിന്ന് ഭഗവാന്റെ ഉത്സവത്തിന് ഔദ്യോഗിക ഭാരവാഹിയായി വരണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. സാമുദ്രപാദങ്ങൾ അത് ഒരു തവണ അനുവദിച്ചു. രണ്ടാമതൊരിക്കൽ കൂടി സാമുദ്രപാദങ്ങൾ അത് നിയോഗിച്ചു. അതിന് അവസരം തന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭാരവാഹികളുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഏതാണ്ട് കുറേയേറെ ആളുകൾ കുറേ സമയമായി തുടക്കം മുതൽ ഇതുവരെ നമ്മളുടെ ഈ ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചരിത്ര യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ലോകത്തിലെ ആദ്യ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ ആ മണ്ണിൽ ഗുരുവിൻ്റെ തിരുപാദങ്ങളിൽ പാദപത്മങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മയും ശ്രേയസ്സും പ്രേയസ്സും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, 1000 നമസ്കാരം.